ഈ ദിവസത്തെ സായാഹ്നത്തിൽ കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് എത്തിച്ചേരാനും നിങ്ങളോട് സംസാരിക്കാനും കഴിഞ്ഞതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ഈ അത്യന്തം പ്രാധാന്യമർഹിക്കുന്ന ദിവസത്തിൻ്റെ ഗൗരവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കേരളപ്പിറവിയുടെ നീലേശ്വരത്തെ ഈ 70-ാം വാർഷിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. തകഴി ശിവശങ്കരപിള്ളയുടെ വളരെ പഴയൊരു നോവലുണ്ട്, തെണ്ടിവർഗം എന്നാണ് ആ നോവലിൻ്റെ പേര്. ചെറിയ പുസ്തകമാണ്, 60 പേജേ ഉള്ളൂ. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മനുഷ്യരെ കുറിച്ച് എഴുതുക എന്നത് പണ്ട് പ്രധാനമായിരുന്നില്ല. അവിടെ നിന്ന് കേരളത്തിൻ്റെ സാഹിത്യവും സാഹിത്യത്തിലുപരി കേരളത്തിൻ്റെ സമൂഹവും ഇന്നാട്ടിലെ മനുഷ്യരെക്കുറിച്ച്, യഥാർത്ഥത്തിൽ ഇന്നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയ ഒരു കാലത്തെ ആ നോവൽ ചരിത്രത്തിലെ ഒരു കണ്ണാടി എന്നോണം ഇന്നും ആ 60 പേജുകൾ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. തെണ്ടിവർഗം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന, അറിയപ്പെടാതെ പോകുന്ന, ഇന്നാട്ടിൽ ജനിച്ചുവെന്നോ ജീവിച്ചുവെന്നോ മരിച്ചുവെന്നോ രേഖപ്പെടുത്താതെ പോകുന്ന, തെണ്ടിയായി ജനിക്കുകയും തെണ്ടിയായി മരിക്കുകയും തെണ്ടികളായ കുട്ടികളെ മാത്രം ജനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വർഗത്തെക്കുറിച്ചാണ് തകഴി എഴുതുന്നത്. പ്രസവിക്കണം, പ്രസവിച്ചു കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുമെന്ന് ഞാൻ എങ്ങനെ അറിയാനാ എന്ന് ചോദിക്കുന്ന ഒരു സ്ത്രീ ആ നോവലിലുണ്ട്. മാർക്സ് ഈ തെണ്ടി വർഗത്തെ വിളിച്ചത് ഒരു ഘട്ടത്തിൽ ലുംബൻ പ്രോലിറ്റേറിയറ്റ് എന്നാണ്. ലുംബൻ എന്ന വാക്കിന് തകർന്നത് എന്നൊക്കെയാണ് ജർമ്മനിൽ പഴയ അർത്ഥം. തകർന്ന ജനം. പ്രോലിറ്റേറിയറ്റ് എന്നാൽ തൊഴിലാളി വർഗമാണ്. തകർന്ന തൊഴിലാളി വർഗം. തൊഴിലാളി വർഗത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ലുംബൻ പ്രോലിറ്റേറിയറ്റ് എന്നന്ന് മാർക്സ് നിരീക്ഷിക്കും. അത്യന്തം അപകടകരമാണ് ലുംബൻ പ്രോലിറ്റേറിയറ്റിൻ്റെ നില എന്നന്ന് മാർക്സ് പറയുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും തൊഴിലാളി വർഗം നടത്തിക്കൊണ്ടിരിക്കുന്ന മുന്നേറ്റങ്ങളെ തടസ്സപ്പെടുത്താനായി മുതലാളിത്തത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ലുംബൻ പ്രോലിറ്റേറിയറ്റ് അഥവാ തകർന്ന തൊഴിലാളി വർഗം. ആരാലും രേഖപ്പെടുത്തപ്പെടാതെ പോകുന്ന, ആരാലും പരിഗണിക്കപ്പെടാതെ പോകുന്ന ആ സമൂഹം. അതുകൊണ്ട് അവരെ എന്ത് ചെയ്യണം എന്ന ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ടല്ലെങ്കിൽ പോലും ആ ഘട്ടം മുതൽ തന്നെ ലോകത്തെമ്പാടുമുള്ള ചോദ്യമാണ്. ലോകത്തെമ്പാടുമുള്ള രാഷ്ട്രീയ ചിന്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, നേതാക്കൾ, രാഷ്ട്രതന്ത്രജ്ഞർ, എഴുത്തുകാർ എല്ലാവരും ചിലപ്പോഴൊക്കെ നിസ്സഹായതയോടെയും ചിലപ്പോഴൊക്കെ ആശയക്കുഴപ്പത്തോടെയും നേരിട്ടൊരു പ്രശ്നമാണ്: എങ്ങനെയാണ് ഈ തകർന്ന തൊഴിലാളി വർഗത്തെ നേരിടുക? കടം വാങ്ങി മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ, ഭിക്ഷയാചിച്ച് മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ, അഭിസാരികാവൃത്തി മാത്രം ചെയ്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ട സ്ത്രീകൾ, ഒരു രേഖയും സ്വന്തമായി കയ്യിലില്ലാത്തവർ, ഇങ്ങനെ കുറേ മനുഷ്യരുണ്ട്. ആ മനുഷ്യരെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നിരത്തുകളിൽ, തീവണ്ടി യാത്രകളിൽ, പലയിടത്തും കണ്ടിട്ടുണ്ട്. അവർ നമുക്ക് അപരിചിതരല്ല. പക്ഷെ അവരെ എന്ത് ചെയ്യും? അതൊരു ചോദ്യമാണ്. ഭരണകൂടത്തെ സംബന്ധിച്ച് അത് ഏറ്റവും ആശയക്കുഴപ്പമുള്ള ഒരു ചോദ്യമാണ്. ഒരു രേഖയുമില്ലാത്ത മനുഷ്യരെ എന്ത് ചെയ്യും? നമ്മുടെ രാജ്യം ഒരു ഘട്ടത്തിൽ ഈ ചോദ്യത്തെ നേരിടാൻ ശ്രമിച്ചിരുന്നു. ജവഹർലാൽ നെഹ്റു പറയുന്നത് 1958 നെഹ്റുവിൻ്റെ ഒരു പ്രസംഗം, ഈ രാഷ്ട്രത്തിലെ മുഴുവൻ മനുഷ്യരെയും സംബന്ധിച്ച രേഖകൾ സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ടാവണം. ഇന്ന് നമ്മുടെ കയ്യിൽ അതില്ല. അതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വീട് സ്വന്തമായി ഇല്ലാത്തവരും വരുമാനം സ്വന്തമായി ഇല്ലാത്തവരും ഒന്നും സ്വന്തമായി ഇല്ലാത്തവരുമായ കുറേ മനുഷ്യർ കൂടി ഈ രാജ്യത്തുണ്ട് എന്നാണ്. അവരെ നമ്മൾ എങ്ങനെ രേഖപ്പെടുത്തുമെന്നത് ഇന്ന് എനിക്കറിയില്ല. പക്ഷേ അതിന് നമ്മളൊരു ഉത്തരം കണ്ടെത്തിയേ പറ്റൂ എന്ന് 1958 നെഹ്റു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അതിന് കഴിഞ്ഞതേയില്ല.
മാത്രമല്ല ഇന്ത്യയിൽ, ചൈനയിൽ എല്ലാം അവരുടെ എണ്ണം ഓരോ ദിവസവും പെരുകിക്കൊണ്ടിരുന്നു. അത് പെരുകി തെണ്ടിവർഗത്തിൽ തകഴി എഴുതുന്നത് പോലെ തെണ്ടികളുടെ ഒരു സാമ്രാജ്യം പോലെ അത് വികസിച്ചു വന്നു. ഇപ്പോൾ ഇന്ത്യ ശ്രമിക്കുന്നത് തെണ്ടിവർഗത്തിനെ തിരഞ്ഞു കണ്ടുപിടിക്കാനല്ല, തെണ്ടിവർഗമെന്ന് ഗണിക്കാൻ പോലും പറ്റാത്ത മനുഷ്യരുടെ കൂടി രേഖകൾ ഇല്ലാതാക്കാനാണ്. ഇപ്പോൾ രേഖകൾ സ്വന്തമായി ഉള്ളവരെ പോലും ഈ രാഷ്ട്രത്തിൽ പെട്ടവരല്ല എന്ന് പ്രഖ്യാപിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് തിരയുന്ന, എന്താണോ നെഹ്റു ശ്രമിച്ചത് അതിന് നേരെ വിപരീത ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു നിലയിലേക്ക് ഇന്ത്യയുടെ ജനാധിപത്യം കൂപ്പുകുത്തുകയും ചെയ്ത ഒരു കാഴ്ച നമുക്ക് മുന്നിലുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ആ തകർന്ന തൊഴിലാളി സമൂഹത്തെ, തകർന്ന ജനത്തെ കണ്ടെത്തുകയും, വെറുതെ കണ്ടെത്തുക മാത്രമല്ല അവരെ ജീവിതത്തിലേക്ക് പ്രത്യാനയിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മഹത്തായ സംരംഭത്തിന് ഈ സർക്കാർ തുടക്കം കുറിച്ചത്. അതിൻ്റെ സാഫല്യമാണ് ഇന്നത്തെ ദിവസം. യഥാർത്ഥത്തിൽ അതിദരിദ്രരെന്താണ്, ദരിദ്രരെന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ ആളുകളും വലിയ ചർച്ച നടത്തുന്നുണ്ട്. ഇന്നത്തെ പ്രഖ്യാപനത്തിനെതിരെ സംസാരിക്കുന്ന പല മനുഷ്യരെയും നമ്മൾ ഇന്ന് മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ ഒരു തിമർപ്പിനിടയിൽ ആലോചിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇരിക്കുന്ന മുതിർന്ന മിക്കവാറും ആളുകൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, കേരളത്തിൽ ഒന്നടങ്കം നടന്ന വലിയ ഒരു പ്രവർത്തനമായിരുന്നു സാക്ഷരതാ യജ്ഞം. കേരളത്തിൽ അക്ഷരമെഴുതാൻ അറിവില്ലാത്ത ഒരു മനുഷ്യൻ പോലും ഉണ്ടാവരുത് എന്ന ദൃഢനിശ്ചയത്തിന് മുകളിലാണ് ആ മഹാപ്രയത്നം നടന്നത്. അതിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കാളികളാവാത്ത ആ പ്രായത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ പോലും ഈ നാട്ടിലുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊക്കെ അന്ന് വളരെ ചെറുപ്പമാണ്. ഞാൻ പോലും എനിക്കതിൻ്റെ ഗൗരവമൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. എന്നിട്ട് പോലും എൻ്റെ വീട്ടിലെ മുതിർന്ന ആളുകളോടൊപ്പവും നാട്ടിലെ പൊതുപ്രവർത്തകരോടൊപ്പവും അതിൽ പങ്കാളിയായിട്ടുണ്ട്. അതൊക്കെയാണ് ആദ്യത്തെ എൻ്റെ പൊതുപ്രവർത്തനം എന്ന് ഞാനിപ്പോഴും ഓർക്കാറുണ്ട്. സാക്ഷരതാ യജ്ഞം പൂർത്തീകരിക്കപ്പെടുകയും നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ ഇതുപോലെ മാധ്യമങ്ങളുടെ ഒരു ആഘോഷമുണ്ടായിരുന്നില്ല. കേരളത്തിലെ ദൃശ്യമാധ്യമ സംസ്കാരം ഈ നിലയ്ക്ക് രൂപപ്പെട്ടിരുന്നില്ല, ദൃശ്യമാധ്യമങ്ങളെ ഈ നിലയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ പോലെ അങ്ങേയറ്റം വലതുപക്ഷവൽക്കരിക്കപ്പെടുകയും അങ്ങേയറ്റം സാമൂഹ്യവിരുദ്ധമായി മനുഷ്യവിരുദ്ധമായി മാറിയ ഒരു മാധ്യമ ലോകം അന്ന് സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാത്രം എന്ത് സാക്ഷരത എന്ന ചോദ്യം, ആര് സാക്ഷരരായി എന്ന ചോദ്യം അന്ന് അധികം ആരും ചോദിച്ചിട്ടില്ല. കുറച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇന്നത്തെ പോലെ എന്ത് സാക്ഷരത എന്നൊരു ചോദ്യം ആരും ചോദിച്ചതായിട്ട് എനിക്ക് ഓർമ്മയിലില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല അവസ്ഥ. ഇന്ന് നാം അതിദാരിദ്ര്യമുക്തി നേടി എന്ന പ്രഖ്യാപനത്തിലേക്ക് ഒരു സർക്കാർ എത്തുന്നതിൻ്റെ കണക്കുകളെല്ലാം ബോധ്യപ്പെടുത്തുന്ന വിധം മുന്നിൽ വെച്ചാൽ പോലും അതിനകത്ത് എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ കണ്ടെത്താനുണ്ടെങ്കിൽ അത് ഗുണപരമാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ അത്തരത്തിൽ അതിദരിദ്രനായി ഇനി ഈ സമൂഹത്തിൽ ബാക്കിയുള്ള മനുഷ്യരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുകയും അവരെ അവിടെ നിന്ന് വിമോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ പോസിറ്റീവായ നിലയിൽ അല്ലാതെ ഏതെങ്കിലും നിലയ്ക്ക് ഇതിനെതിരെ ഒരു ദുഷിപ്പ് പറഞ്ഞാലേ ഞങ്ങൾ ഈ സമൂഹത്തിൽ പ്രസക്തരാവൂ എന്ന് തോന്നുന്ന നിലയ്ക്ക് കുറേ പേർ രംഗപ്രവേശം ചെയ്യാം. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വിപര്യമാണ്. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മുടെ നാട് നമ്മുടെ ഇന്നത്തെ നിലയിൽ എത്തിച്ചേർന്നത് എന്നും ഇന്നത്തെ നമ്മുടെ സ്ഥിതി എന്താണ് എന്നും നാളേക്കുള്ള നമ്മുടെ നോട്ടം എന്താണ് എന്നും പരിശോധിക്കുക എന്നത് ഇന്നത്തെ ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുള്ളൊരു ഹെലികോപ്റ്റർ വ്യൂ, ഒരു സിംഹാവലോകനം നടത്താൻ മാത്രമേ ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് ശ്രമിക്കുന്നുള്ളൂ. അതിവിപുലമായ കേരളത്തിൻ്റെ ചരിത്രം യഥാർത്ഥത്തിൽ നമുക്കൊരു പ്രഭാഷണത്തിലോ ഒന്നിലധികം പ്രഭാഷണങ്ങളിലോ ഒതുങ്ങുന്നതല്ല എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ എവിടെ നിന്ന് നടന്നു വന്നു എന്ന് ഓർക്കുക വളരെ പ്രധാനമാണ്. ഞാൻ കരുതാറുള്ളൊരു കാര്യമാണ്, വ്യക്തിപരമായ ഓർമ്മ നമുക്കൊക്കെ വളരെ കൂടുതലാണ്. നമ്മളെ ഒരു 15 വർഷം, ഒരു 50 വർഷം മുമ്പ്
നമ്മുടെ ശത്രുവായിട്ട് ഒരാളുണ്ടെങ്കിൽ ഇന്നും അയാളെ നമ്മൾ ഓർക്കും. അന്ന് നമ്മളോട് കാണിച്ച ദ്രോഹവും നമ്മൾ ഓർക്കും. നമ്മൾ സ്നേഹിച്ചവരെയും നമ്മൾ ഓർത്തുന്നിരിക്കും. പക്ഷേ സോഷ്യൽ മെമ്മറി, സമൂഹത്തിൻ്റെ ഓർമ്മ എന്ന കാര്യത്തിൽ നമ്മൾ പലപ്പോഴും വലിയ പരാജയമാണ്. കുറച്ചു കൊല്ലം മുമ്പ് നടന്ന കാര്യം പോലും ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ അധികം ഓർക്കില്ല. ഇപ്പം പ്രളയം ഉണ്ടായിട്ട് എത്ര വർഷമായി എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 2018 പ്രളയം ഉണ്ടാവുന്നത്. പ്രളയം കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളെയും ബാധിച്ചതായിരുന്നു. ഇത്ര വലിയൊരു മഹാപ്രളയം അടുത്ത കാലത്തൊന്നും കേരളം കണ്ടിട്ടുമില്ല. പക്ഷേ ഇന്ന് ആ പ്രളയം നടന്ന നാട്ടിലെ മനുഷ്യർ പോലും അത് ഓർക്കുന്നില്ല. അതിനുശേഷം കോവിഡിൻ്റെ വലിയ ദുരന്തം നമ്മൾ നേരിട്ടു. നമുക്കറിയാം, വീട്ടിൽ നിന്നൊരു പേപ്പറിൽ ഞാൻ പലചരക്ക് കടയിലേക്ക് പോവുകയാണെന്ന് എഴുതിയിട്ട് മാത്രം കടയിൽ പോകാൻ പറ്റിയിരുന്ന ദിവസങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. പത്രം തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും നമുക്ക് പരിചിതരായ ആരൊക്കെയോ പോയ വാർത്തകൾ പത്രത്തിലും നമ്മുടെ മൊബൈലിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അയാൾ പോയി, എപ്പോൾ എൻ്റെ നമ്പർ വരും എന്ന് ആലോചിക്കുന്ന നിലയിലുള്ള ദിവസങ്ങളിലേക്ക് വരെ സത്യത്തിൽ നമ്മൾ എത്തിപ്പെട്ടിരുന്നു. അത്ര കണ്ട് ഭീതിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരുന്നു. ആ കാലം നമ്മളിപ്പോൾ ഓർക്കുന്നില്ല. സോഷ്യൽ മെമ്മറി അങ്ങേയറ്റം നമുക്ക് കുറവാണ്. ഈ അടുത്ത കൊല്ലങ്ങളിൽ നടന്ന ഈ സംഭവങ്ങൾ നമ്മൾ ഓർക്കുന്നില്ല എങ്കിൽ സാമാന്യം വിദൂരമായ കേരളത്തിൻ്റെ ഭൂതകാലം നമ്മുടെ ഓർമ്മയിലേ ഇല്ല. അങ്ങനെ മറക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് കല്ലടൻ വൈദ്യരെ ഒന്നും ഓർക്കാനാവാത്തത്. അത് ഒരു വ്യക്തിയുടെ കുറ്റമല്ല, ഒരു സമൂഹത്തിൻ്റെ കുറ്റം കൂടിയാണ്. വ്യക്തിപരമല്ല ആ കുറ്റം, മറിച്ച് സാമൂഹ്യമാണ്. കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ ദ്വയാംഗ മണ്ഡലത്തിൽ നിന്ന് EMSനോടൊപ്പം ജയിച്ചു വന്ന കല്ലടൻ വൈദ്യരെ പറ്റി വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ സാർ ഇവിടെ ഉണ്ട്. ഞാൻ അതിനെപ്പറ്റി വിശദമായി ഒന്നും പറയുന്നില്ല. അത്ര കണ്ട് പറയാനുള്ള അറിവ് എനിക്കില്ല. പക്ഷെ ഞാനെപ്പോഴും ആ വായിച്ചതിൽ ഓർക്കാറുള്ള ഒരു കാര്യം, ഒരു കുറിപ്പിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, അദ്ദേഹം ഒരിക്കൽ പോലും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അക്കാലത്തെ വലിയ സമരങ്ങളിൽ പങ്കെടുക്കാത്തതുകൊണ്ടല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയ്ക്ക് അക്കാലത്തെ സമരപ്രക്രിയകളിലൊക്കെ പങ്കെടുത്ത ആളാണ് സഖാവ് കല്ലടൻ വൈദ്യർ. പക്ഷേ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസില്ല. എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഒരു ഉത്തരം, അദ്ദേഹത്തിൻ്റെ മകൻ തന്നെയാണ് ആ ഉത്തരം പറയുന്നതെന്നാണ് ആ കുറിപ്പിൽ വായിച്ചത്. അതിൻ്റെ ഒരു ഉത്തരം, അദ്ദേഹത്തെ തൊട്ടാൽ അയിത്തമാവുമായിരുന്നു പോലീസുകാർക്ക് എന്നാണ്. ഇതായിരുന്നു പഴയ കേരളം. അദ്ദേഹത്തെ തൊട്ടാൽ അയിത്തമാവും എന്നതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്. അദ്ദേഹം മാവിലൻ സമുദായത്തിലോ മറ്റോ പെട്ട ഒരു വ്യക്തിയാണ്. അങ്ങനെ ആയിരിക്കെ അദ്ദേഹത്തെ തൊട്ട് കഴിഞ്ഞാൽ പോലീസുകാരന് അയിത്തമാവും. ഇത്രേ ഉള്ളൂ പ്രശ്നം. കേരളത്തിൻ്റെ പഴയ സ്ഥിതി ഇതായിരുന്നു. നമ്മൾ ആ കേരളത്തെ പറ്റി ഇപ്പോൾ ഓർക്കാറേ ഇല്ല. നമുക്ക് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് പണ്ട് ഗംഭീരമായിരുന്നു എന്ന് പറയുന്നത്. റോസി റെട്രോസ്പെക്ട്രം എന്നാണ് ഇംഗ്ലീഷിൽ അതിനെ വിശേഷിപ്പിക്കുക. പിന്നിലേക്ക് നോക്കുമ്പോൾ എല്ലാം റോസ് നിറത്തിൽ തോന്നുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ പിന്നിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കൊരു പിന്നിലൊരു വസന്തകാലമുണ്ട് എന്നിങ്ങനെ തോന്നുന്നത്. ഇപ്പം എല്ലാ വസന്തങ്ങളും നഷ്ടപ്പെട്ടൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് തോന്നുക. എല്ലാ കാലത്തും മനുഷ്യർക്ക് തോന്നുന്നൊരു തോന്നലാണത്. നമ്മൾ നമ്മുടെ കുട്ടികളോട് പറയും, നിന്റെ കാലമൊക്കെ വളരെ മോശം, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വലിയ സംഭവമായിരുന്നു. അത് നമ്മളോട് നമ്മുടെ അച്ഛനമ്മമാരും പറഞ്ഞിട്ടുണ്ട്. അവരോടൊന്ന് അന്വേഷിച്ചാൽ മതി, അവരുടെ അച്ഛനമ്മമാർ അവരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വസ്തുതകൾ വെച്ച് പരിശോധിച്ചാൽ നമുക്കറിയാം 100 വർഷം മുമ്പുള്ള കേരളം എന്തായിരുന്നു എന്ന്. ഇത്തരത്തിൽ ഒരു അറസ്റ്റ് ചെയ്യാനായി പോലീസ് ചെല്ലുന്ന സമയത്ത് പോലും പോലീസിന് അയിത്തം പ്രശ്നമായിരുന്ന ഒരു കാലത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞങ്ങളുടെ നാട്ടിലെ, ഞാനും EMSൻ്റെ നാടിനടുത്ത് നിന്നാണ് വരുന്നത്. MM നാരായണ മാഷെ പറ്റി പറഞ്ഞപ്പോൾ അത് പറഞ്ഞു. ഞാനും ചെറുകരക്കാരനാണ്, ഏലംകുളത്തിന് സമീപ പ്രദേശത്താണ് എൻ്റെ ബാല്യം. എൻ്റെയൊക്കെ പ്രിയപ്പെട്ട ഗുരുനാഥനാണ് നാരായണ മാഷ്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഉള്ളൊരു നമ്പൂതിരി അക്കാലത്ത് ട്രെയിൻ വന്നപ്പോൾ ട്രെയിൻ കയറാൻ പോയ കഥ പറയും. അക്കാലത്തൊരു തീവണ്ടി കയറാൻ വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ നിന്നൊരു നമ്പൂതിരി പോയി. ആദ്യമായി തീവണ്ടി വന്നതാണ്. എന്താണ് ഈ പുകവണ്ടി എന്ന അത്ഭുതം കാണാൻ വേണ്ടി അദ്ദേഹം പോകുന്നത്. കൂടെ ഈ രാമൻ എന്ന് പറയുന്ന കാര്യസ്ഥനും. അപ്പം രാമനെയും കൂട്ടി ചെന്നപ്പോൾ അവിടെ കയറുന്ന സമയത്ത് ഒരു സംശയം, അല്ല ഈ കമ്പാർട്ട്മെന്റിൽ വേറെപ്പോൾ തൊട്ട അശുദ്ധമാവുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ലേ? അത് പ്രശ്നമാണല്ലോ. അശുദ്ധമാവുന്ന ആളുകളുള്ള വണ്ടിയിൽ ഞാനെങ്ങനെ കയറും? അതിന് തിരുമേനി ഒരു വഴിയുണ്ട്, നമുക്ക് കമ്പാർട്ട്മെന്റ് മൊത്തത്തിൽ ബുക്ക് ചെയ്യാം. അപ്പോൾ കയ്യിൽ കാശുള്ളതുകൊണ്ട് അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അങ്ങനെ കമ്പാർട്ട്മെന്റ് മൊത്തം അദ്ദേഹം ബുക്ക് ചെയ്യുന്നു. അദ്ദേഹവും കാര്യസ്ഥനും മാത്രമേ ആ കമ്പാർട്ട്മെന്റിലുള്ളൂ. കയറാൻ നിൽക്കുന്ന സമയത്താണ് തിരുമേനിക്ക് വേറൊരു സംശയം, അല്ല രാമ,
ഈ വണ്ടി ഇപ്പോൾ ഓടിക്കണ ഒരു കേമൻ ഉണ്ടാവുമല്ലോ, അയാളെന്താവും ജാതി? അതെന്താന്ന് ആർക്കും അറിയില്ല. ഈ വണ്ടിയുടെ ലോക്കോ പൈലറ്റ് എന്ന് ഡ്രൈവർ എന്നാണ് പറയുന്നത്. അതെന്താ ജാതി എന്ന് ആർക്കും അറിയില്ല. എന്നാൽ പിന്നെ നമുക്ക് ഇല്ലത്തേക്ക് മടങ്ങാം എന്ന് തീരുമാനിച്ച് മൂപ്പർ മടങ്ങി എന്നാണ് പഴയ ഞങ്ങളുടെ നാട്ടിലൊരു കഥ. ഇത് കഥയാണോ ചരിത്രമാണോ എന്നറിയില്ല. ചരിത്രമാവാനും സാധ്യതയുള്ളൊരു കഥയാണെന്നാണ് അക്കാലത്തെ ചരിത്രം വെച്ച് ഞാൻ കരുതുന്നത്. അതായിരുന്നു അക്കാലത്തെ സവർണന്റെ മനോനില. അതേസമയം ഇപ്പുറത്ത് കേരളത്തിലുടനീളം ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന അവർണ സമൂഹം എന്നറിയപ്പെടുന്ന ചാതുർവർണ്ണത്തിന്റെ 4 വർണ്ണങ്ങളിലും പെടാതെ കിടന്ന ജനസമൂഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ചരിത്രത്തിലെ യാഥാർത്ഥ്യത്തിന്റെ ചിത്രങ്ങൾ അടുത്ത കാലത്താണ് പലപ്പോഴും പുറത്തു വരുന്നത്. കേരളത്തിലെ അടിമകളുടെ ചരിത്രം അടുത്ത കാലത്ത് പബ്ലിഷ് ചെയ്യപ്പെട്ടിരുന്നു, വിനിൽ പോളിന്റെ ഗവേഷണം. അക്കാലത്ത് അത്തരം ഗവേഷണങ്ങൾ വളരെ അടുത്ത സമയത്താണ് കേരളത്തിൽ പുറത്തു പോലും വരുന്നത്. എങ്ങനെയാണ് ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ ജീവിച്ചിരുന്നത്, അവരുടെ ജീവിതം എത്രമേൽ ദുരിതമയമായിരുന്നു എന്നതിൻ്റെ ചിത്രം ഒരു പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അജ്ഞാതമായൊരു ഭൂതകാലമാണ്. ഈ അജ്ഞാത ഭൂതകാലം എളുപ്പത്തിൽ പുരാണവൽക്കരിക്കപ്പെടും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇപ്പോൾ എൻ്റെ മോള് കഴിഞ്ഞൊരു ദിവസം എന്നോട് ചോദിച്ചു, എൻ്റെ മോൾ 9ൽ പഠിക്കുന്നു, അച്ഛൻ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്, പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ജീവനോടെ ഉണ്ടായിരുന്നു. മാത്രമല്ല പ്രമുഖരായ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. EMS ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സുകുമാർ അഴീക്കോട് ഉണ്ടായിരുന്നു. എല്ലാവരും സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു. പക്ഷെ അപ്പോഴാണ് ഞാനൊരു ഞെട്ടലോടെ തിരിച്ചറിയുന്നത്, അവൾ ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ അവളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നതും ശ്രീരാമനൊക്കെ അടങ്ങുന്ന ഒരു കഥ എന്ന് പറയുന്നതും തമ്മിൽ വളരെ അടുത്ത ഒരു എന്തോ ബന്ധം പോലെയാണ് നിൽക്കുന്നത്. ഗാന്ധിയും ശ്രീരാമനും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായ ബോധ്യങ്ങളോടെ ബോധ്യപ്പെടുത്തപ്പെട്ടിട്ടില്ല എങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടും. കാരണം ഗാന്ധിയും രാമനും തമ്മിലുള്ള വ്യത്യാസം അവളിൽ കൃത്യമായി ഇല്ല. ഈ ഒരു പ്രശ്നം നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം പഴയ കേരളം അവരുടെ ചിത്രത്തിലേ ഉണ്ടാവില്ല, പഴയ നീലേശ്വരം അവരുടെ ചിത്രത്തിലുണ്ടാവില്ല. നീലേശ്വരം രാജാവും അല്ലെങ്കിൽ കോലത്തിരിയുടെ 4 കോവിലകങ്ങളിൽ തെക്കേ കോവിലകമായിരുന്നു ഇവിടെയൊക്കെ ഭരണം എന്നാണ് ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ഇവിടുത്തെ കോവിലകത്തിന്റെ പഴയ ഭരണമോ ഈ ദക്ഷിണ കാനറ ജില്ലയിൽ നിന്ന് കേരള സംസ്ഥാനത്തിലേക്ക് ഈ നാടിന്റെ പ്രവേശമോ ഒക്കെ ചരിത്രപരമായി കൃത്യമായി പഠിച്ചിട്ടില്ല എങ്കിൽ വരുന്ന തലമുറയെ സംബന്ധിച്ചിടത്തോളം അത് ഏതോ പുരാണവൽക്കരിക്കപ്പെട്ടൊരു കഥ പോലെ പിന്നിൽ മറഞ്ഞുപോകും. ഇത് കേരളത്തിന്റെ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള പ്രശ്നമാണ്. പക്ഷെ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ ഈ പ്രശ്നത്തിലുള്ള ഒരു സങ്കീർണതയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, കേരളം എന്ന സംസ്ഥാനം ജനിക്കുന്നതിന് പിന്നിൽ അതിദീർഘമായ രാഷ്ട്രീയ സമരങ്ങളുടെ ഒരു പിന്തിരയുണ്ടായിരുന്നു. അത് മുഴുവൻ വിസ്തരിച്ച് പറയാൻ ഞാൻ ഈ സമയത്ത് നിൽക്കുന്നില്ല, നമ്മുടെ വിഷയത്തിന്റെ കേന്ദ്രം അതല്ല. പക്ഷെ നാം തിരിച്ചറിയേണ്ടതാണ്, ഒരു നിമിഷത്തിൽ ഇന്ത്യ സ്വതന്ത്രമാവുകയും അടുത്ത നിമിഷത്തിൽ രൂപീകരിക്കപ്പെടുകയും ചെയ്ത സംസ്ഥാനമല്ല കേരളം. എങ്ങനെയാണ് ഇന്ത്യ എന്ന ദേശരാഷ്ട്രം രൂപപ്പെട്ടത് എന്നത് തന്നെ അതിസങ്കീർണമായൊരു വിഷയമായിരുന്നു. നമുക്കറിയാം, ഇന്ത്യ എന്നൊരു രാജ്യം ഇപ്പോൾ 5000 കൊല്ലം മുമ്പ് ഏതൊക്കെയോ മഹർഷിമാർ ധ്യാനിച്ചുണ്ടാക്കിയതാണെന്നൊക്കെ പറയുന്നവർ ഈ നാട്ടിലുണ്ട്. പക്ഷേ അങ്ങനെ ഒരു രാജ്യവും ഇവിടെ നിലവിലുണ്ടായിരുന്നില്ല എന്ന് സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ നമുക്കറിയാം. ഇന്ത്യ എന്ന് പറയുന്നത് 557ഓളം ചെറിയ നാട്ടുരാജ്യങ്ങളായിരുന്നു. ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായി പിരിഞ്ഞു കിടന്നൊരു നാടാണ്. ഈ നാട്ടിൽ ആർക്കും ഞാൻ ഇന്ത്യക്കാരനാണെന്ന വികാരവും ഉണ്ടായിരുന്നില്ല. കോലത്തിരിയുടെ പ്രജയാണ്, സാമൂതിരിയുടെ പ്രജയാണ്, മാർത്താണ്ഡവർമ്മയുടെ തിരുവിതാംകൂർ രാജാവിന്റെ പ്രജയാണ് എന്നൊക്കെ അല്ലാതെ ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന വികാരമൊന്നും സാധാരണ മനുഷ്യർക്കും ഉണ്ടായിരുന്നില്ല, രാജാവിനും ഉണ്ടായിരുന്നില്ല. അത്തരം ഒരു കാലത്തിൽ നിന്ന് ഒരു പൊതു ഇന്ത്യയിലേക്ക് നമ്മൾ രൂപപ്പെട്ടത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. പട്ടേൽ സ്കീം എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ വിവിധ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കാനുള്ള വലിയ രാഷ്ട്രീയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ എന്ന രാജ്യം രൂപപ്പെടുന്നത്. ആ ഇന്ത്യ എന്ന രാജ്യം രൂപപ്പെട്ടപ്പോൾ ഇന്ത്യയിൽ ഫെഡറൽ സ്റ്റേറ്റുകൾ രൂപപ്പെടുന്നു. സ്വതന്ത്രാധികാരമുള്ള സ്റ്റേറ്റുകൾ, അവയുടെ ഒരു കേന്ദ്ര രൂപമായി ഇന്ത്യ എന്ന രാഷ്ട്രം. ആ ഇന്ത്യക്കാണ് ഭരണഘടന നിർമ്മിക്കപ്പെടുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ചർച്ചയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെ ഫെഡറലിസം എങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്നതിനെ പറ്റിയിട്ടുള്ള ചർച്ചയായിരുന്നു. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് വ്യത്യസ്തതകളുടെ ഒരു കൂമ്പാരമാണ്. ഇംഗ്ലണ്ടുകാരുടെയോ ഫ്രാൻസുകാരുടെയോ ഒന്നും പോലെ അവരെ മൊത്തത്തിൽ ഒരുമിപ്പിക്കുന്ന വലിയ
ഒന്നിച്ചിട്ടുള്ള മാനകങ്ങൾ നമുക്കില്ല. ഇംഗ്ലീഷുകാരെ മൊത്തത്തിൽ കൂട്ടിക്കെട്ടാൻ ഭാഷ മതി, അവരെല്ലാവരും ഒരു ഭാഷ സംസാരിക്കുക. ഫ്രാൻസുകാരെ ഒക്കെപ്പാടെ കൂട്ടിക്കെട്ടാൻ ഫ്രഞ്ച് മതി. ഇന്ത്യക്കാരനെ കൊണ്ട് ഒരു ഭാഷ എന്നല്ല, ഒരു ഭാഷയില്ല, ഒരു സംസ്കാരമില്ല, ഒരു ജീവിത രീതിയില്ല, കണ്ടാൽ പോലും ഒരുപോലെയല്ല. ഒരുപോലെയല്ലെന്ന് മാത്രമല്ല, നമ്മുടെ അടുത്തുള്ള പ്രദേശത്തെ മറ്റു രാജ്യങ്ങളിലെ മനുഷ്യരുമായി ഉള്ളത്ര പോലും ബന്ധം നമ്മുടെ വിദൂരത്തിലുള്ള സംസ്ഥാനത്തിലുള്ളവർക്ക് ഇന്നുമില്ല. നമുക്കറിയാലോ, ഇപ്പൊ ശ്രീലങ്കയിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യർ ഒരു മുണ്ടും ഷർട്ടും കൊടുത്തിട്ട് ഇവിടെ നീലേശ്വരം അങ്ങാടി കൂടെ ഇങ്ങനെ നടന്നു പോകണമെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് കണ്ടാൽ ഈ ശ്രീലങ്കക്കാരനെ സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വല്ല ക്രിക്കറ്റ് താരങ്ങളൊക്കെ ആലോചിച്ചാൽ മതി. ഒരു മുത്തയ്യ മുരളീധരനോ ഒരു അരവിന്ദ ഡി സിൽവയോ ഒക്കെ ഒരു മുണ്ട് ഷർട്ട് ഇട്ടിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ പരമാവധി ചിലപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് ഒരു തമിഴനാണെന്ന് തോന്നുമായിരിക്കും, അതിലപ്പുറം ഒന്നും തോന്നില്ല. പക്ഷെ അതേസമയം നിങ്ങൾക്കൊരു പുറത്തുള്ള ഒരാളെ, ഒരു ഇന്ത്യയിൽ തന്നെ വിദൂര സംസ്ഥാനത്തിൽ മേഘാലയയിലോ അല്ലെങ്കിൽ ആസാമിലോ ഉള്ള ഒരു തൊഴിലാളി, നമുക്കിപ്പോൾ അവരെ സുപരിചിതരാണല്ലോ, അവരെ കണ്ടാൽ അവരോട് സംസാരിക്കണ്ട, കണ്ടാൽ അറിയാം നിങ്ങൾക്ക് അത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ഇവിടുത്തുകാരനല്ലാത്ത ഒരാളാണെന്ന് കണ്ടാൽ അയാളുടെ ഫീച്ചറുകളിൽ നിന്ന് നമുക്കറിയാം. പക്ഷേ നമുക്കറിയാം വി ആർ ഇന്ത്യൻസ്. മേഘാലയക്കാരനും ആസാംകാരനും ഞാനും ഇന്ത്യക്കാരനാണ്, പക്ഷെ മറ്റേ ആള് നമ്മുടെ രാജ്യക്കാരനല്ല, അത് പുറത്തൊരു രാജ്യമാണ്, ശ്രീലങ്കക്കാരനാണ്. ഇത് സംഭവിച്ചത് ഈ ഇന്ത്യ എന്ന രാഷ്ട്ര രൂപീകരണത്തിന്റെ സമയത്ത് ഒന്നിച്ചു ചേർന്ന ഈ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന്റെ ഭാഗമായിട്ടാണ്, അല്ലാതെ മറ്റു യാതൊരു പ്രത്യേകതയുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഫെഡറലിസം സംരക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് അങ്ങേയറ്റം സങ്കീർണമായൊരു വിഷയമാണെന്ന് ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് അറിയാമായിരുന്നു. ഇന്ത്യൻ ഫെഡറലിസം സംരക്ഷിക്കാനായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് എന്തെല്ലാം അവകാശങ്ങൾ നൽകണം, എന്തെല്ലാം കാര്യങ്ങളിൽ അവർക്ക് സ്വയം നിർണയാവകാശം ഉണ്ടായിരിക്കണം, ഏതെല്ലാം വിഷയങ്ങളിലാണ് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുക്കേണ്ടത്, ഏതെല്ലാം വിഷയങ്ങളിലാണ് സംസ്ഥാന ഭരണകൂടം തീരുമാനമെടുക്കേണ്ടത്, അവർ തമ്മിൽ ഒന്നിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർ തമ്മിൽ ഒന്നിച്ചല്ലാതെ വെവ്വേറെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഇവയെല്ലാം അതിദീർഘമായ ചർച്ചകളിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ രൂപപ്പെട്ടത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ കേരളമടക്കമുള്ള സംസ്ഥാന രൂപീകരണങ്ങളിലേക്ക് നമ്മൾ അടുത്തു വരുന്നത്. പിന്നീട് കേരള സംസ്ഥാന രൂപീകരണത്തിനൊരു ദീർഘചരിത്രമുണ്ട്. സഖാവ് EMS നമ്പൂതിരിപ്പാട് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന തുടർന്ന് വരുന്ന ഗ്രന്ഥവും അതിനു മുമ്പുള്ള നോട്ടും ഒക്കെ എഴുതുകയും മലയാളികളുടെ മാതൃഭൂമിയായി കേരളത്തെ നിർവചിക്കുക എന്ന ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം എന്ന ഒരു ഭാവനയിലേക്കും അതിൻ്റെ പ്രയോഗത്തിലേക്കും നമ്മൾ നടന്നെത്തിയ ഒരു ചരിത്രം നമ്മുടെ പിന്നിലുണ്ട്. അങ്ങനെയാണ് ഈ ഹോസ്ദുർഗിനെ ഈ പ്രദേശങ്ങൾ മൊത്തത്തിൽ യഥാർത്ഥത്തിൽ കേരളം എന്ന സംസ്ഥാനത്തിന്റെ ഭാഗമായി മാറുന്നത് എന്ന് നമുക്കറിയാം. അതിനു മുമ്പ് മദ്രാസ് റീജൻസിയുടെ, മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന ഈ പ്രദേശം മദ്രാസ് പ്രവിശ്യയും തിരുകൊച്ചി എന്ന സംസ്ഥാനവും തിരുകൊച്ചി എന്ന രാജ്യവും അപ്പുറത്ത് തിരുവിതാംകൂർ എന്ന രാജ്യവും യോജിച്ച് കേരളമാകുമ്പോൾ ഈ വടക്കൻ നാട് മുതൽ തെക്കേ അറ്റം വരെ കേരളത്തിലേക്ക് യോജിപ്പിക്കപ്പെട്ടതിന് പിന്നിലും അതിദീർഘമായൊരു ചരിത്രമുണ്ട്. ഇത് പരിശോധിച്ചാൽ ഈ ഘട്ടത്തിൽ ഉടനീളം ഞാൻ പറഞ്ഞത് ആദ്യം സൂചിപ്പിച്ച ഈ തെണ്ടി വർഗത്തെ ആരും ശ്രദ്ധിച്ചിട്ടേയില്ല. ഈ ലുംബൻ പ്രോലിറ്റേറിയത്തിനെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. തകഴി തെണ്ടി വർഗത്തിന് ശേഷമാണ് തോട്ടിയുടെ മകൻ എഴുതുന്നത് എന്നാണ്, അല്ലെ? അതിനുശേഷമല്ല, തോട്ടിയുടെ മകൻ എഴുതുമ്പോഴാണ് നമ്മൾ പറയാറുണ്ട്, അദ്ദേഹം ആരാലും ഒരു രേഖയുമില്ലാത്ത തൊഴിലാളി എന്ന് പോലും പറയാൻ പറ്റാത്ത തെണ്ടി വർഗത്തെ പറ്റി എഴുതി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഏറ്റവും ഈ സമൂഹം നിന്ദ്യമായി കരുതിയിരുന്ന ഒരു തൊഴിലാളിയെ കുറിച്ചാണ് എഴുതുന്നത്, തോട്ടി എന്ന തൊഴിലാളി. ഇന്ന് നമുക്ക് ഉള്ള ടോയ്ലറ്റുകൾ ഇല്ലാതിരുന്നൊരു കാലത്ത് എങ്ങനെയാണ് ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യമലം മുഴുവൻ സംസ്കരിക്കപ്പെട്ടിരുന്നത് എന്നതിൻ്റെ ഒരു ക്രൂരദാരുണമായ ചിത്രം നിങ്ങൾക്ക് ഇന്ന് തോട്ടിയുടെ മകൻ വായിച്ചാൽ മനസ്സിലാവും. അത്തരം തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യർ ഈ നാട്ടിലുണ്ടായിരുന്നു. ആ മനുഷ്യരെ മനുഷ്യരായി ആരും കൂട്ടിയിട്ടേ ഇല്ല, മനുഷ്യർ എന്ന പരിഗണനയിലേ വന്നിട്ടില്ല. ഇത്തരം അനേകം ഒരിക്കലും മനുഷ്യരായി പരിഗണിക്കപ്പെടാത്ത ജനങ്ങളെ പരിഗണിക്കാതെ കൂടിയാണ് ജനാധിപത്യം എന്നും കടന്നു പോന്നിട്ടുള്ളത്. ഇത് ജനാധിപത്യത്തിന്റെ കേരളത്തിലെ മാത്രം പ്രതിസന്ധിയല്ല, ലോകത്തെമ്പാടും ജനാധിപത്യം നേരിട്ട മേജർ കൺഫ്ലിക്റ്റ്, മേജർ സംഘർഷം, വലിയ സംഘർഷം എന്നറിയപ്പെടുന്ന ഒന്നാണ് ആരെ മനുഷ്യനായി കൂട്ടണം എന്ന പ്രശ്നം. ഇപ്പോൾ ജനാധിപത്യത്തിന്റെ ആദ്യഘട്ടം ഉണ്ടായത് ഗ്രീസിലാണ് എന്ന് പറയും. സോക്രട്ടീസിന്റെ കാലം നിങ്ങളെല്ലാവരും കേട്ടുക.
ആ കാലത്ത് സോക്രട്ടീസിന്റെ ശിഷ്യനായ അരിസ്റ്റോട്ടിൽ എഴുതുന്ന ഒരു പുസ്തകമുണ്ട്, പൊളിറ്റിക്സ് എന്ന പുസ്തകം. പൊളിറ്റിക്സ് എന്ന പുസ്തകത്തിലാണ് മനുഷ്യൻ ഒരു രാഷ്ട്രീയ മൃഗമാണ് എന്ന് അരിസ്റ്റോട്ടിൽ പ്രഖ്യാപിക്കുന്നത്. പൊളിറ്റിക്കൽ ബീയിങ്, മനുഷ്യനൊരു രാഷ്ട്രീയ മൃഗമാണ്. മനുഷ്യനൊരു രാഷ്ട്രീയ മൃഗമാണ് എന്ന് പറയുമ്പോൾ ഒപ്പം നമ്മൾ മനസ്സിലാക്കണം, അരിസ്റ്റോട്ടിൽ മനുഷ്യൻ എന്ന ആ വാക്കുണ്ടല്ലോ, മാൻ എന്നാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. മാനെ അന്ന് മനുഷ്യനായിട്ടുള്ളൂ, അതുകൊണ്ടാണ്. വേറെ ഉള്ളവരെയൊന്നും മനുഷ്യരായി വല്ലാതെ സ്ത്രീകളെ അങ്ങനെ മനുഷ്യരായിട്ടൊന്നും കൂട്ടിയിട്ടില്ല. അപ്പൊ ഈ പൊളിറ്റിക്കൽ ബീയിങ് ആയിട്ട് കാണുന്ന മനുഷ്യൻ എന്ന് പറയുന്ന കാര്യത്തിൽ അദ്ദേഹം എല്ലാവരെയും പെടുത്തിയിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന പോളിസിൽ ജീവിക്കുന്ന ആളുകളാണ് മനുഷ്യർ. പോളിസിൽ ജീവിക്കുന്ന മനുഷ്യരെ പറ്റിയാണ് പൊളിറ്റിക്സ് എഴുതുന്നത്. പോളിസ് എന്നാൽ ഇന്നത്തെ ഭാഷയിൽ നമുക്ക് നഗരം എന്ന് വേണമെങ്കിൽ തർജ്ജമ ചെയ്യാം, അത് പൂർണ്ണാർത്ഥത്തിൽ ശരിയല്ലെങ്കിലും അവിടെ ഉണ്ടായിരുന്ന എലീറ്റ് പ്രഭുവർഗവും അവിടെയുള്ള ഈ പറയുന്ന ഏറ്റവും ആക്സസ് ഉള്ള, ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ഒരു സമൂഹം, അതായത് അവിടുത്തെ ഉപരി സമൂഹത്തെ മാത്രമാണ് മനുഷ്യരായി കൂട്ടിയിട്ടുള്ളത്. അതിന് പുറത്തുള്ള മനുഷ്യരെ ഒറ്റയ്ക്ക് പറക്കുന്ന പക്ഷികൾ എന്നാണ് അരിസ്റ്റോട്ടിൽ വിശേഷിപ്പിക്കുന്നത്. ഒറ്റയ്ക്ക് പറക്കുന്ന പക്ഷി എന്ന് കേട്ടാൽ നമുക്കെന്തോ ഒരു കാൽപ്പനികമായ ഇമേജാണ്, മുൻപേ പറക്കുന്ന പക്ഷികൾ എന്നൊക്കെയാണ് ഓർമ്മ വരിക. പക്ഷേ അദ്ദേഹം പ്രയോഗിക്കുന്ന ആ അർത്ഥത്തിലല്ല. ഈ അവിടെയൊക്കെ ഉള്ളൊരു ഇമേജാണ് ഒറ്റയ്ക്ക് പറക്കുന്ന ക്രൂരനായ പക്ഷി എന്ന് പറയുന്നൊരു സാധനമാണ്. അത് നമുക്ക് ആ ഇമേജ് കിട്ടണമെങ്കിൽ ഒറ്റയാൻ എന്നൊക്കെ പറയേണ്ടി വരും, കാട്ടിലെ ഒരു ഒറ്റയാൻ എന്നൊക്കെ പറയേണ്ടി വരും. അങ്ങനെയുള്ള അതൊരു മനുഷ്യനായിട്ട് കൂട്ടാൻ പറ്റില്ല. ഈ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന എന്തോ വേറെ ജീവി എന്ന നിലയ്ക്കാണ് ഈ പോളിസിന് പുറത്തുള്ള മനുഷ്യരൂപമുള്ള കുറെ ജീവികളെ അദ്ദേഹം കാണുന്നത്. അങ്ങനെയാണ് ആ ജനാധിപത്യം രൂപപ്പെടുന്നത്. അപ്പൊ ജനാധിപത്യം എന്ന സങ്കല്പം രൂപപ്പെടുമ്പോൾ തന്നെ മനുഷ്യരെ ഉൾപ്പെടുത്തുന്നതിനോടൊപ്പം പുറത്താക്കലുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. കുറെ മനുഷ്യരെ ജനാധിപത്യം ഉൾക്കൊള്ളുന്നു, കുറെ മനുഷ്യരെ മനുഷ്യരായിട്ട് തന്നെ പരിഗണിക്കാതിരിക്കുന്നു. ഇപ്പൊ പിന്നെ പ്രശ്നമില്ല. നിങ്ങൾ ഒരാളെ മനുഷ്യനായി പരിഗണിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. ഇന്ത്യ അക്കാര്യത്തിൽ എക്കാലവും റെക്കോർഡിട്ട രാജ്യമാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യരെ മനുഷ്യരല്ലാതെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ത്യ സഹസ്രാബ്ദങ്ങൾ ജീവിച്ചത്. ഇന്ത്യയിൽ മനുഷ്യരായിട്ട് വളരെ കുറച്ച് ആളുകളെ മാത്രം ഗണിക്കുകയും ബാക്കിയുള്ളവരെ മുഴുവൻ അവർണർ എന്നും ഒരു തരത്തിലും മനുഷ്യരായി പരിഗണിക്കേണ്ട കാര്യമേ ഇല്ലാത്തവർ എന്നും പറയുകയും, വെറുതെ പറയുക മാത്രമല്ല അതിനുള്ളൊരു പ്രത്യയശാസ്ത്രം നിർമ്മിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിച്ചത്. നിങ്ങൾക്കറിയാമല്ലോ, അസമത്വം ലോകത്തെമ്പാടുമുണ്ട്. തുല്യത, ഇഗാലിറ്റേറിയൻ അല്ലാത്ത സമീപനം, തുല്യതയില്ലാത്ത സമത്വമില്ലാത്ത സമീപനം ലോകത്തെല്ലായിടത്തും ഉണ്ട്. വർണ്ണവിവേചനമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ചാതുർവർണ്ണത്തിലുള്ള കേന്ദ്ര വ്യത്യാസം എന്തായിരുന്നു? ചാതുർവർണ്ണത്തിന്റെ വ്യത്യാസം വെറുതെ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമല്ല, ആ വ്യത്യാസത്തെ പ്രത്യയശാസ്ത്രവൽക്കരിക്കുകയും നമ്മൾ ചെയ്തു. കാരണം അതിനുള്ള ന്യായങ്ങളൊക്കെ എഴുതിണ്ടാക്കി. ബ്രാഹ്മണൻ മുകളിലാണ് എന്ന് ബ്രാഹ്മണന് തോന്നും, ക്ഷത്രിയന് തോന്നും എനിക്ക് മുകളിലാണ് ബ്രാഹ്മണൻ, ബാക്കിയുള്ളവർക്ക് എനിക്ക് താഴെയാണ്. വൈശ്യന് തോന്നും എനിക്ക് മുകളിൽ 2 വർഗ്ഗമുണ്ട്. മുഴുവൻ ആളുകൾക്കും ഈ തോന്നൽ, അതായത് അടിമകളായി ജീവിക്കുന്ന ദളിതർക്ക് വരെ ഞങ്ങൾ താഴ്ന്നവരാണെന്നും ഞങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ടവരാണെന്നും എന്നുള്ള തോന്നൽ ഉൽപ്പാദിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരു വലിയ സംവിധാനക്രമത്തിന്റെ പേരായിരുന്നു ചാതുർവർണ്ണം. അത് ആത്മാർത്ഥമായി തന്നെ അങ്ങനെ തോന്നുകയാണ്. ഇപ്പോ അംബേദ്കർ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, നിരന്തരമായി പ്രച്ഛന്ന വേഷം അണിയിക്കുന്ന ഒരു ക്രൂര സംവിധാനമാണ് ചാതുർവർണ്ണ്യം എന്ന് അംബേദ്കർ പറയും. എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ ആലോചിച്ചാൽ മതി. പഴയ ഒരു മധ്യജാതിയെ ആലോചിച്ചാൽ ഉത്തരം കിട്ടും. നായർ എന്നൊരു ഉദാഹരണം എടുക്കാം, അല്ലെങ്കിൽ ഈഴവൻ എന്നൊരു ഉദാഹരണം എടുക്കാം. ഏത് ജാതി എടുക്കാൻ കേട്ടോ, ഞാൻ നിങ്ങളിനിപ്പോ നായർ പിടിച്ച പുലിവാലുണ്ടാക്കണ്ട, ഞാൻ അതൊന്നും പറഞ്ഞല്ല. ഒരു ജാതിയല്ല, ഏത് ജാതി വേണമെങ്കിൽ എടുക്കാം. ഏതെങ്കിലും ഒരു മധ്യജാതി എടുത്താൽ ആ ജാതിയിൽപ്പെട്ട ഒരാൾ പഴയ കേരളത്തിൽ ഇങ്ങനെ നിൽക്കുകയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അയാളുടെ മുന്നിലൂടെ ഏറ്റവും ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരു ബ്രാഹ്മണൻ നടന്നു പോവുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? പണ്ട് നിങ്ങൾക്ക് ആലോചിക്കാം. അയാളുടെ കണ്ടാമുണ്ടെടുത്ത് ഇങ്ങനെ പിടിക്കും, അയാൾ വാക്കൈ പൊത്തിപ്പിടിക്കും, അയാളുടെ ശരീരം നിവർന്നു നിൽക്കുന്ന ശരീരം കുനിയും, റാൻ, അടിയൻ എന്നൊക്കെ പറയും, ആചാരഭാഷ ഉപയോഗിക്കും. ഈ താണ് നിൽക്കുന്ന മനുഷ്യന് ചിലപ്പോൾ 60 വയസ്സും ഈ മുമ്പ് കൂടെ പോകുന്ന ബ്രാഹ്മണന് 15 വയസ്സും ആയിരിക്കും. അത് പ്രശ്നമല്ല. അവൻ എടാ രാമ എന്ന് ഇങ്ങോട്ട് നോക്കി വിളിക്കും, പേര് വിളിക്കാം. 15 വയസ്സുകാരന് 60 വയസ്സുകാരനെ, ഈ 60 വയസ്സുകാരൻ തിരിച്ച് തമ്പ്രാൻ എന്നും വിളിക്കും. ആ ബ്രാഹ്മണൻ അങ്ങ് നടന്നുപോയി ആ വഴിക്ക് ഒരു ദളിതനായ ചാത്തൻ നടന്നു പോകുന്നു നിങ്ങൾ സങ്കല്പിക്കുക. ഉടനെ ഇയാൾ എന്ത് ചെയ്യും? ഇയാളുടെ ഈ കുനിഞ്ഞ ശരീരം ഒന്ന് വരും, എന്നിട്ട് ഈ 2ാം മുണ്ട് എടുത്തിട്ട് തോളത്തിടും, അല്ലെങ്കിൽ തലേ കിട്ടും. എന്നിട്ട് ആ ചാത്തന് 90 വയസ്സും ഇയാൾക്ക് 60 വയസ്സുമാണെങ്കിലും ഇയാൾ തിരിഞ്ഞ് എടാ ചാത്ത എന്ന് അങ്ങോട്ട് വിളിക്കും. അതായത് ഒരേ സമയം ഇങ്ങനെ ശരീരം ചുരുക്കാനും വലുതാക്കാനും പറ്റുന്ന, ഇങ്ങനെ സ്ഥിരമായി ഒരു ഫാൻസി ഡ്രസ്സ് കളിച്ചുകൊണ്ടിരിക്കുന്ന, ഇതാണ് ഏറ്റവും ലളിതമായി പറഞ്ഞത്. ഇങ്ങനെ പ്രച്ഛന്ന വേഷം, ഇത് ആത്മാർത്ഥമായി തന്നെ ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് തോന്നുന്ന
ഒരതിവിചിത്രമായ ക്രൂര സംവിധാനമായിട്ടാണ് ചാതുർവർണ്ണ്യം നിലനിന്നത്. ആ ചാതുർവർണ്ണ്യത്തിലൂടെയാണ് നമ്മുടെ സമൂഹം കടന്നു പോകുന്നത്. ആ ചാതുർവർണ്ണ്യം നിർമ്മിച്ചെടുത്ത അതിഭീകരമായ അസമത്വത്തിന്റെ പ്രത്യയശാസ്ത്രവും അതിന്റെ പ്രയോഗത്തിലൂടെയും കടന്നു പോന്ന, അത് 1 വർഷമോ 2 വർഷമോ 1 നൂറ്റാണ്ടോ 2 നൂറ്റാണ്ടോ അല്ല, 1000ഓളം വർഷം അതിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹമായിരുന്നു നമ്മൾ. അവിടെ നിന്നാണ് കേരളം മുന്നോട്ട് സഞ്ചരിക്കാൻ ആരംഭിച്ചത്. കേരളത്തിലെ സാമൂഹ്യ വിപ്ലവങ്ങൾ ഉണ്ടായത്, അതിനെയാണ് നവോത്ഥാനം എന്നൊക്കെ പറയുന്നത്. ഞാൻ ഈ കാസർഗോഡ് ഈ പറയുന്ന പല പ്രദേശത്തും മുൻപ് വന്നത് ഈ നവോത്ഥാനം സംസാരിക്കണ ഒരു സീസണിലാണ്. ഇങ്ങനെ ചില പ്രസംഗ സീസണുകളുണ്ടല്ലോ, നവോത്ഥാന സീസൺ, അങ്ങനെ ഒരു സീസണിലാണ്. അതുകൊണ്ട് ഞാനിനി അത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. പണ്ട് എം ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ബുദ്ധിജീവികളുടെ പല്ല് പോകുന്നത് 2 വാക്ക് സ്ഥിരമായിട്ട് പറഞ്ഞിട്ടാണ്. 1 അടിസ്ഥാന വർഗവും, 2 നവോത്ഥാനമാണ്. ഇതിങ്ങനെ പറയുമ്പോൾ രണ്ടും ഈ മേൽനിരയിലുള്ള പല്ലിൻ്റെ അവിടെ പോയിട്ട് നാവ് തട്ടും. അതുകൊണ്ട് എല്ലാ ദിവസവും 10 തവണ അടിസ്ഥാന വർഗം എന്ന് പറയും, അല്ലെങ്കിൽ നവോത്ഥാനം എന്ന് പറയും. അതുകൊണ്ടാണ് അത്ര കേരളത്തിലെ പുരോഗമനോ ബുദ്ധിജീവികളുടെ പല്ല് പോകുന്നത്. അങ്ങനെ പല്ല് പൊങ്ങാൻ ഇന്നും വിധിക്കപ്പെട്ട ആളുകളാണ് നമ്മളെല്ലാവരും, ഞാനും മാഷും. അപ്പം അതുകൊണ്ട് ഞാൻ അതിൻ്റെ കഥ വീണ്ടും ആവർത്തിക്കുന്നില്ല. പക്ഷെ നമുക്കറിയാം, കേരളം ഇന്നത്തെ കേരളമാക്കിയതിൽ ഈ മനുഷ്യരല്ലാതിരുന്ന മനുഷ്യരെ മനുഷ്യരാക്കാൻ വേണ്ടി നടന്ന ഒരു ദീർഘപ്രക്രിയയ്ക്ക് വലിയ പങ്കുണ്ട്. ആ ദീർഘപ്രക്രിയയെ നിങ്ങൾക്ക് നവോത്ഥാനം എന്ന പേരിട്ട് വിളിക്കണമെങ്കിൽ വിളിക്കാം, വിളിക്കേണ്ടെങ്കിൽ വിളിക്കേണ്ട. കേരളത്തിലെ വിവിധ സമൂഹങ്ങളിൽ നിന്ന് നടന്ന ഞങ്ങളും മനുഷ്യരാണ് എന്ന വലിയ പ്രഖ്യാപനങ്ങൾ, പ്രതിരോധങ്ങൾ, സമരങ്ങൾ, യാതനകൾ, അവയുടെ എല്ലാം ബാക്കിയാണ് യഥാർത്ഥത്തിൽ അവർ മനുഷ്യനാക്കപ്പെട്ടൊരു പുതിയ കേരളം നിർമ്മിച്ചെടുക്കപ്പെട്ട ചരിത്രം. അതിനകത്ത് നമ്മൾ ഒരുപാട് പേരുകൾ പറയും. പൊയ്കേലപ്പച്ചൻ, അയ്യങ്കാളി, വൈകുണ്ഠസ്വാമികൾ, തൈക്കാട്ടയ്യാവ്, ശ്രീനാരായണ ഗുരു, എക്സെട്ര എക്സെട്ര, എത്ര വേണമെങ്കിൽ പറയാം. ഇത്രയും ഒരുപാട് ആളുകളുടെ പേരുകളൊക്കെ നമ്മൾ പറയും, ഒരുപാട് ചരിത്ര സന്ദർഭങ്ങൾ നമ്മൾ പറയും. ഞാൻ അതൊന്നും കൂടുതൽ വിസ്തരിക്കുന്നില്ല. പക്ഷെ അവരുടെ എല്ലാം യാതനകളുടെയും അവരുടെ എല്ലാം മഹാപ്രയത്നത്തിൻ്റെയും ബാക്കിയായിരുന്നു കേരളത്തിലേക്കുള്ള നമ്മുടെ യാത്ര. ആ യാത്രയിൽ ഈ മനുഷ്യരാക്കപ്പെടുക എന്ന പ്രക്രിയ ഒരു ഘട്ടം പിന്നിട്ട് കഴിഞ്ഞാൽ, അതായത് അതിനു മുൻപ് ഞങ്ങൾ മനുഷ്യരെ അല്ല എന്ന് കരുതുന്ന ജനത്തിന് അവകാശബോധമില്ല, അവർക്ക് അവകാശത്തെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല, അവർക്ക് ഭൂമിയെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല, ഒന്നും ചിന്തിക്കേണ്ടതില്ല. പക്ഷെ അതേസമയം മനുഷ്യരാക്കപ്പെടുക എന്നൊരു പ്രക്രിയയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം മനുഷ്യരുടെ ഭൂമിയുടെ അവകാശം ആർക്കുള്ളതാണ് എന്നതാണ്. താങ്ക് യു വെരി മച്ച്. വളരെ അത്യപൂർവം സ്റ്റേജുകളിലാണ് ഇങ്ങനെ ചൂടുവെള്ളം കിട്ടുക എന്നൊക്കെ പറയുന്ന അനുഗ്രഹം ഉണ്ടാവാറുള്ളത്. ആദ്യമേ പറയട്ടോ, ഇവിടുത്തെ ആതിഥ്യം അതിഗംഭീരമായിരുന്നു. ഞാൻ വന്നത് മുതൽ അതിലുള്ള വലിയ സന്തോഷമുണ്ട്. അതിഗംഭീരമായിട്ടാണ് ഇവിടുത്തെ പ്രവർത്തകർ വന്നത് മുതൽ താമസിക്കുന്നതാണ്. ഗംഭീര ഉച്ചഭക്ഷണം, എല്ലാം കൊണ്ടും ആർത്ഥത്തിൽ ഞാൻ സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, മനുഷ്യരാക്കുക എന്ന പ്രക്രിയയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യർക്ക് മുഴുവൻ ഉണ്ടാകുന്ന അടുത്ത സ്വാഭാവികമായ മുന്നോട്ടുള്ള യാത്രയുടെ ചോദ്യമാണ് ഭൂമിയുടെ ചോദ്യം. മനുഷ്യരാവുന്ന നിമിഷം മുതൽ ഞങ്ങളുടെ അവകാശം എന്ത് എന്ന ചോദ്യം ആരംഭിക്കും. കേരളം ആ ചോദ്യത്തെ നേരിട്ട ഘട്ടമാണ് 1920 കഴിഞ്ഞതിന് ശേഷം 30 മുതൽ. അവിടെ നിന്നാണ് കേരളത്തിലെ വലിയ കാർഷിക സമരങ്ങൾ ഉണ്ടാവുന്നത്. ഈ നാട് മുതൽ കേരളത്തിന്റെ തെക്കേ അറ്റം വരെ എല്ലായിടത്തും പല 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 നാടുകളിലായി പലപാട് നടന്ന, അത് കയ്യൂര് നടന്നിട്ടുണ്ട്, കരിവെള്ളൂർ നടന്നിട്ടുണ്ട്, പുന്നപ്രയിൽ നടന്നിട്ടുണ്ട്, വയലാറിൽ നടന്നിട്ടുണ്ട്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പേരുകളാണെങ്കിൽ ഇനിയും എത്രയോ പേരുകൾ കേരളത്തിലുടനീളം ഭൂമിയുടെ അവകാശത്തിനു വേണ്ടി ജന്മിത്വത്തിനെതിരായിട്ടും സാമ്രാജ്യത്വത്തിനെതിരായിട്ടും ഒരേ സമയം ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളും അതോടൊപ്പം ജന്മിത്വ വിരുദ്ധ സമരങ്ങളുമായി നടന്ന അതിദീർഘമായ സമരങ്ങളുടെ ഒരു ചരിത്രം കേരളത്തിന്റെ പിന്നിലുണ്ട്. ആ ചരിത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആ ചരിത്രത്തിൽ പങ്കാളികളായ അനേകം മനുഷ്യർ ഇന്ന് ചരിത്രത്തിൽ ഓർക്കപ്പെടാതെ പോകുന്ന മനുഷ്യരാണ്. അപ്പൊ കയ്യൂരിലെ രക്തസാക്ഷികളുടെ പേരുകൾ നമ്മൾ കയ്യൂർ രക്തസാക്ഷി ദിനത്തിന് ഒന്ന് ഓർക്കും. അങ്ങനെയാണല്ലോ. ഇതൊക്കെ അന്നത്തെ ദിവസം നമുക്ക് ഓർക്കാനുള്ള കുറച്ച് പേരുകളാണ്. അതിനകത്ത് മുഴുവൻ ഇങ്ങനെ നേതാക്കളോ പ്രാസംഗികരോ ഒന്നുമായ ആളുകളൊന്നും ആയിരുന്നില്ല ഈ മരിച്ച ആളുകളൊന്നും. അബൂബക്കർ ആവട്ടെ, ചിരികണ്ഠനാവട്ടെ, മടത്തിലപ്പു ആവട്ടെ, ഇവരൊന്നും അങ്ങനെ പ്രഭാഷകരോ ഒന്നും ആയിരുന്നില്ല. പക്ഷെ അവരുടെ എല്ലാവരുടെയും തൂക്കുമരവും അവരുടെ എല്ലാവരുടെയും ജീവനുമാണ് ഇന്നത്തെ കേരളത്തിന്റെ ജീവരക്തം എന്ന് പറയുന്നത്. അബൂബക്കർ തൂക്കുമരത്തിലേക്ക് കയറാൻ പോകുന്നതിന് മുമ്പ് PC ജോഷി എന്ന് പറയുന്ന പാർട്ടിയുടെ അക്കാലത്തെ ജനറൽ സെക്രട്ടറി പോയി കാണുമ്പോൾ അബൂബക്കർ ജിന്നെ ജയിലിൽ വെച്ച്, അബൂബക്കറിനെ അക്കാലത്തെ കയ്യൂർ രക്തസാക്ഷികളായ മുഴുവൻ പേരെയും കണ്ടതിൻ്റെ ഒരു വിവരണമുണ്ട്.
അതിൽ PC ജോഷി പറയും, അബൂബക്കറിനോട് അദ്ദേഹം ചെന്നിട്ട് പിറ്റേ ദിവസം, അന്ന് കഴിഞ്ഞാൽ പിറ്റേന്ന് തൂക്കിലേറാൻ പോവുകയാണ്. ഈ തൂക്കിലേറാൻ പോകുന്ന മനുഷ്യരെ കണ്ട് എന്താണ് ചോദിക്കുക? അതറിയില്ല, അതിൻ്റെ ഒരു ഭാരമുണ്ട്. ഇപ്പൊ PC ജോഷി ചോദിക്കും, പുറത്ത് സഖാക്കൾ കാത്തു നിൽക്കുന്നുണ്ട്, സഖാവിന് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കും. അപ്പോൾ അബൂബക്കർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ സംസാരിച്ചൊന്നും ശീലമുള്ളൊരു സഖാവൊന്നുമല്ല. അദ്ദേഹം പറയും, എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ പറയരുത്, പുറത്ത് കൃഷ്ണപിള്ളയൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്, എന്തെങ്കിലും പറയണം. അപ്പോൾ അദ്ദേഹം പറയുന്നത്, തല ഉയർത്തിപ്പിടിച്ചാണ് ഞങ്ങൾ തൂക്കുമരത്തിലേക്ക് കയറാൻ പോകുന്നത് എന്ന് സഖാവ് പുറത്തുപോയി പറയണം എന്നാണ്. നിങ്ങൾ ഓർക്കണം ആ മനുഷ്യരെന്താണ്. രണ്ടാമത്, എന്തെങ്കിലും സംഘടന പാർട്ടി നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കും. വളരെ ചെറിയ പാർട്ടിയാണെന്ന് എന്നറിയാലോ, മൊത്തം ആളുകൾ ഒളിവിലാണ്. അതാണ് അന്നത്തെ അവസ്ഥ. പാർട്ടി നിരോധിത കാലം. എന്തെങ്കിലും പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ ചെയ്തു തരാം, എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? അപ്പോഴും ആദ്യം പറയും, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയല്ല, പറയണം, കഴിയുന്നതാണെങ്കിൽ പാർട്ടി ചെയ്തു തരും. അപ്പൊ അബൂബക്കർ പറയുന്നത് 2 ആവശ്യങ്ങളാണ്. ഒന്ന്, ഉമ്മയെ നോക്കണം. ഉമ്മയ്ക്ക് പ്രായമായി, 5 അനിയന്മാരുണ്ട്. 5 അനിയന്മാരും ചെറിയ പ്രായത്തിലാണ്, വളർന്നിട്ടില്ല. ഏത് മകന്റെയും ന്യായമായ ആവശ്യം. രണ്ടാമതൊരാവശ്യമുണ്ട്, നമ്മൾ ഓർക്കേണ്ടതാണ് ആവശ്യം ഇന്നത്തെ ദിവസമൊക്കെ. രണ്ടാമത്തെ ആവശ്യം ഇതാണ്, സഖാവേ, നമ്മുടെ നാട് ഏത് നിലയ്ക്ക് അസ്വാതന്ത്ര്യത്തിലാണ് എന്ന്, നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരെ എങ്ങനെ ചൂഷണം ചെയ്താണ് ഇവിടെയുള്ള ജന്മികളും ബ്രിട്ടീഷുകാരും ചേർന്ന് ഭരിക്കുന്നത് എന്ന്, അവർക്കെതിരെ എങ്ങനെ സമരം നടത്തണമെന്ന് എൻ്റെ അനിയന്മാർക്ക് അറിയില്ല. നിങ്ങളവരെ അത് പഠിപ്പിച്ച് നല്ല സഖാക്കളാക്കി വളർത്തണം. ഇതാണ് രണ്ടാമത്തെ ആവശ്യം. ഞാൻ എൻ്റെ ജീവൻ നാളെ ഈ നാടിനു വേണ്ടി, വരാൻ പോകുന്ന ഈ കേരളത്തിനു വേണ്ടി, ഈ ഇന്ത്യ എന്ന രാജ്യത്തിനു വേണ്ടി നാളെ സമർപ്പിക്കുകയാണ്. എൻ്റെ ഈ ജീവൻ പോരായെങ്കിൽ ചെറുതാണെങ്കിലും 5 ജീവനുകൾ കൂടി എൻ്റെ വീട്ടിൽ ബാക്കിയുണ്ട്, അതുകൂടി എടുത്തുകൊള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് അബൂബക്കർ. അങ്ങനെ എത്രയോ മനുഷ്യർ ഇന്നിവിടെ ഓർക്കുന്ന കല്ലടൻ വൈദ്യരടക്കം ഒരു തവണ MLA ആയിട്ട് പോലും ഞാൻ ആലോചിക്കാറുണ്ട്, ഈ സംഘടനയിൽപ്പെട്ട എത്ര പേർക്ക് വൈദ്യരെ അറിയാമെന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് പേർക്ക്, ഈ സംഘടനയിലുള്ള ആളുകൾക്ക് പോലും കല്ലടൻ വൈദ്യരെ ഇന്ന് ഓർക്കുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ പേര് പറഞ്ഞാൽ പരിചയം പോലും കാണും. അത്രമേൽ വിസ്മൃതിയിലാണ്ടുപോയ അനേകം മനുഷ്യരുടെ രക്തത്തിന്റെ നിലവിളി യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഇരിക്കുന്ന ഈ കസേരകൾക്ക് ചുവട്ടിൽ ഇങ്ങനെ ഉണ്ട്. ആ രക്തത്തിന്റെ നിലവിളികളിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ കേരളം എന്ന സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. അതേതെങ്കിലും കുറച്ചു പേരുടെ 4 നോട്ടിൽ നിന്നോ സിദ്ധാന്തത്തിൽ നിന്നോ മാത്രം രൂപപ്പെട്ടതല്ല, മറിച്ച് ഈ നാടിനു വേണ്ടി പോരാടി മരിച്ച അത്തരം അനേകം മനുഷ്യരുടെ രക്തത്തിൽ നിന്നാണ് ഈ നാട് ജനിച്ചത്. അങ്ങനെ കേരളം എന്ന സംസ്ഥാനത്തിലേക്ക് എത്തുമ്പോഴാണ് കേരള സംസ്ഥാനത്തിന്റെ ആദ്യത്തെ ഗവൺമെന്റായി, തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റായി 1957 EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. ഞാനതിൻ്റെ ദീർഘചരിത്രത്തിലേക്ക് നിൽക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രധാനപ്പെട്ട ആ ഗവൺമെന്റ് കൊണ്ടുവന്ന ചില മാറ്റങ്ങൾ കേരള സംസ്ഥാനത്തിൻ്റെ തുടർന്നുള്ള ഇന്നോളമുള്ള പരിണാമത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന 57 ഗവൺമെന്റ് കൊടുത്ത മാറ്റങ്ങളായിരുന്നു. പ്രധാനമായിട്ടും ഭൂപരിഷ്കരണം എന്നത്, അന്നത്തെ കാർഷിക ബിൽ എന്ന് പറയുന്നത്, ഈ 35 ലക്ഷത്തോളം പാട്ടക്കുടിയാന്മാർക്ക് ഭൂമി കിട്ടുക എന്നതുകൊണ്ട് നടന്നത്, പാട്ടക്കുടിയാന്മാർക്ക് ഭൂമി കിട്ടിയെന്നത് മാത്രമല്ല. ഞാൻ കരുതുന്നത് 57 കാർഷിക പരിഷ്കരണം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായി എന്ന അവകാശവാദമൊന്നും എനിക്കില്ല. അനേകം ഗ്യാപ്പുകൾ അതിലുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പൂർണ്ണമായും സാധിച്ച ഒരു പ്രൊജക്റ്റ് അല്ല, ഇന്നും നമുക്ക് ബാക്കിയായി നിൽക്കുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ അത്. കർഷക തൊഴിലാളിക്ക് അന്നും വേണ്ടത്ര ഭൂമി കിട്ടിയില്ല എന്ന പ്രശ്നം അതിൻ്റെ ബാക്കിയാണ്. പാട്ടക്കാർക്കാണ് ഭൂമി കിട്ടിയത്, പാട്ടക്കുടിയാന്മാർക്കാണ് ഭൂമി കിട്ടിയത്, കർഷക തൊഴിലാളിക്കല്ല. കർഷക തൊഴിലാളികൾ ഉണ്ടായിരുന്നു നാട്ടിൽ. ഒരു പാട്ടക്കുടിയാനും 5 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്തിട്ടുണ്ട് എങ്കിൽ പാട്ടം എന്താണെന്നൊന്നും വിസ്തരിക്കാനുള്ള സമയം ഇവിടെ ഇല്ല. ചിലരൊക്കെ അങ്ങനെ ഇരിക്കുന്നത് കാണുന്നുണ്ട് ഞാൻ, പുതിയ തലമുറയിൽ. പക്ഷെ അത് വിസ്തരിച്ച് പറയാനൊരു സമയമില്ലാത്തതുകൊണ്ടാണ്. ഭൂമി അന്നെടുത്ത് ഉടമസ്ഥന്റെ കയ്യിൽ നിന്ന് വാടകയ്ക്കെടുത്ത് എന്ന് ഇന്നത്തെ ഭാഷയിൽ പറയാം, അല്ലെങ്കിൽ ലീസിനെടുത്ത് എന്ന് പറയാം. ആ രീതിയിൽ കൃഷി നടത്തുന്ന ഒരു രീതി എന്ന് സങ്കല്പിച്ചാൽ മതി. ആ പാട്ടത്തിന് എടുത്ത ഒരാൾക്കോ അയാളുടെ ഭാര്യയ്ക്കോ അയാളുടെ കുടുംബത്തിനോ മാത്രമായിട്ട് കൃഷി ചെയ്യാവുന്ന നിലയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കേരളത്തിൽ. വലിയ തോതിൽ വൻതോതിലുള്ള ഈ കർഷക തൊഴിലാളികളെ വെച്ചാണ് കൃഷി നടന്നിരുന്നത്. ആ കർഷക തൊഴിലാളികൾക്ക് ഭൂമി കൊടുക്കുക എന്നുള്ള പ്രോസസ്സ് ഇന്നും വേണ്ട പോലെ പൂർത്തിയായിട്ടില്ല. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ 35 ലക്ഷം പാട്ടക്കുടിയാന്മാർക്ക് ഭൂമി കിട്ടിയപ്പോൾ കേരളത്തിന്റെ തുടർന്നുള്ള പരിണാമത്തെ ഒന്നാകെ തന്നെ പ്രവേഗം മാറ്റിമറിച്ച,
കേരളത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയുടെ വേഗതയെ മാറ്റിമറിച്ച മറ്റു പല കാര്യങ്ങളും പരോക്ഷമായി സംഭവിച്ചു. അതെന്താണ്? അവർക്ക് ഭൂമി കിട്ടിയെന്നത് മാത്രമല്ല, അതിനു മുമ്പുണ്ടായിരുന്ന കേരളത്തിൻ്റെ വിദ്യാഭ്യാസവും അതിനുശേഷം ഉണ്ടായിരുന്ന കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗവും തീർത്തും രണ്ടാണ്. അതിനു മുമ്പ് കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും ചെലവേറിയൊരു പരിപാടിയായിരുന്നു. പണ്ട് കേശവൻ, അദ്ദേഹത്തിൻ്റെ സി കേശവൻ്റെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, 1944 45 അദ്ദേഹം പറയുന്നത് അന്നത്തെ യു പി സ്കൂൾ, ഇന്നത്തെ യു പി അല്ല, അന്നത്തെ യു പി ഇന്റർമീഡിയറ്റ്, അന്നത്തെ യു പി സ്കൂളിൽ ഒരു കുട്ടിക്ക് പഠിക്കണമെങ്കിൽ 3 രൂപ ഫീസ് കൊടുക്കണം. 3 രൂപ ഫീസ് കൊടുത്താലേ യു പി സ്കൂളിൽ ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റും. ഹൈസ്കൂളിൽ ഒരു കുട്ടി പഠിക്കണമെങ്കിൽ 9 രൂപ ഫീസ് കൊടുക്കണം. ഇന്നത്തെ പുതിയ ആൾക്കാർക്കെല്ലാം 3 രൂപ 9 രൂപ എന്ന് കേൾക്കുമ്പോൾ ഒരു ചായ പൈസ ഇല്ല, അതെനിക്കറിയാം. പക്ഷേ അന്ന് 3 രൂപ എന്താണ് എന്ന് തുടർന്ന് EMS വിശദീകരിക്കുന്നുണ്ട്. 3 രൂപ കിട്ടണമെങ്കിൽ 5 6 പറ നെല്ല് വിൽക്കണം, എന്നാലേ 3 രൂപ കിട്ടൂ. 6 പറ നെല്ല് വിറ്റാലാണ് 3 രൂപ കിട്ടുക. 9 രൂപ കിട്ടണമെങ്കിൽ 600 മുതൽ 800 വരെ വില വ്യത്യാസം അനുസരിച്ച് തേങ്ങ വിൽക്കണം, എന്നാലാണ് 9 രൂപ കിട്ടുക. ഇത്രയും രൂപ മുടക്കിയാൽ മാത്രമേ യു പി സ്കൂളിലും ഹൈസ്കൂളിലും പഠിക്കാൻ പറ്റൂ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും അന്ന് പഠിക്കാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി പഠിക്കാൻ ഏതെങ്കിലും വഴിക്ക് ഒരു കുട്ടിയെ വിടാൻ ഒരു വീട്ടിൽ നിന്ന് പറ്റുമെങ്കിൽ തന്നെ ആരായിരിക്കും വിടുക? ആ വീട്ടിലെ ആൺകുട്ടിയെ വിടുമോ പെൺകുട്ടിയെ വിടുമോ? സ്വാഭാവികമായി ആൺകുട്ടിയെ വിടുള്ളൂ. പെൺകുട്ടി അങ്ങനെ പോയി പഠിച്ചിട്ട് ഇപ്പം എന്താണ് കാര്യം? അവൾ നാളെ ഏതെങ്കിലും വീട്ടിൽ പോയി പാത്രം കഴുകി ജീവിക്കാനുള്ള ഒരാളല്ലേ, അതുകൊണ്ട് അവളെ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് അന്ന് കരുതിയിരുന്നത്. സ്വാഭാവികമായും വളരെ കുറച്ച് പേരാണ് പഠിക്കാൻ ചെല്ലുന്നത്. എന്നാൽ ഈ 35 ലക്ഷം പാട്ടക്കുടിയാന്മാർക്ക് ഭൂമി കിട്ടിയതിന് ശേഷമുള്ള കാലം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. കേരളത്തിൻ്റെ ഒന്നടങ്കമുള്ള സാമ്പത്തിക രംഗത്തെ പരിണാമം എന്ന് പറയുന്നത് 57 ശേഷമുള്ള ഒരു 8 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ വേറൊരു നിലയ്ക്ക് വികസിക്കുന്നത് നമ്മൾ കാണും. വെറും SSLCയിലെ വിജയ ശതമാനം എടുത്താൽ മതി, ഏതാണ്ട് 36% വിജയ ശതമാനം 7 വർഷം കൊണ്ട് കൂടിയത്. അതിവേഗമാണ് കൂടുന്നത്. ഈ അർത്ഥത്തിൽ വലിയ തോതിൽ കുട്ടികളുടെ പ്രവേശനം സ്കൂളുകളിലേക്ക് ഉണ്ടായി. ഇപ്പോൾ ഇവിടെയുള്ള മുതിർന്ന കാരണവന്മാർക്കെല്ലാം ഓർമ്മയുണ്ട്, അവരൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് അവരൊക്കെ ആ ഒരു ഘട്ടത്തിൽ സ്കൂൾ പഠിച്ച ആളുകൾ ഇഷ്ടം പോലെ ഇന്ന് നാട്ടിലുണ്ട്. സ്കൂൾ പഠിക്കുമ്പോൾ ആ ക്ലാസ്സിൽ ഇന്ന് പഠിക്കുന്ന കുട്ടികളുടെ പ്രായമുള്ളവരല്ല ഇരിക്കുന്നത്. പലരും വലിയ മീശയൊക്കെ വന്നവർ അന്നത്തെ യു പി സ്കൂളിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു എന്ന് മുതിർന്ന ആളുകൾ പറയും. ഹൈസ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീശ വെച്ച ആൾക്കാരൊക്കെ ഹൈസ്കൂളിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് സംഭവിച്ചത്? ഈ രാഷ്ട്രീയ സാമൂഹ്യ പരിണാമത്തിന്റെ ഫലമായിരുന്നു. ഈ മാറ്റത്തിന്റെ അടുത്ത ഘട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാക്ഷരതയിലേക്ക് കടക്കുന്നത്. കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും വിദ്യാഭ്യാസ രംഗത്തെ ഒരു സമ്പൂർണ്ണ വിജയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായി പ്രഖ്യാപിക്കപ്പെടുന്നത് കേരളത്തിലാണ്. ആ വലിയ വിജയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, മറ്റൊരിടത്തുമില്ലാത്ത വിധത്തിൽ കേരളത്തിൻ്റെ അടിസ്ഥാനപരമായ സാമൂഹ്യ വികസന സൂചിക ഉയർന്നുകൊണ്ടേയിരുന്നു. എന്ന് വെച്ചാൽ ആരോഗ്യരംഗം ഉയർന്നു. കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് നടന്ന മാറ്റം എന്ന് പറയുന്നത് തിരിച്ചറിയണമെങ്കിൽ ഇന്നാണെങ്കിൽ പോലും നിങ്ങൾ വടക്കേ ഇന്ത്യയിലൂടെ യാത്ര ചെയ്യണമെന്നാണ് ഞാൻ പറയാം. 1-2 തവണ പലതവണ ഞാൻ നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. പലതവണ പോയിട്ടുണ്ടെങ്കിലും 1-2 തവണ പഠന സംഘങ്ങൾക്കോടൊപ്പം പോകാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സങ്കല്പിക്കാത്ത വിധത്തിലുള്ള ഗ്രാമങ്ങളാണ് ഇന്നും ബീഹാറിലും ഉത്തർപ്രദേശിലും ഒക്കെ ഉള്ളത്. ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ഗ്രാമീണരോടാണ് ഞങ്ങൾക്ക് സംസാരിക്കേണ്ടത്. ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു ജമീന്ദാർ, അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ജന്മിയുടെ വീട്ടിലാണ് ഞങ്ങൾക്ക് താമസ സൗകര്യമൊക്കെ ഏർപ്പാടാക്കിയിരുന്നത്. മൂപ്പര് തന്നെ എല്ലാ കണക്കും പറഞ്ഞു തരും. ഞങ്ങളൊരു ഗ്രാമീണനെയും കാണാൻ അദ്ദേഹം സമ്മതിക്കാതിരിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ഒരു മനോഭാവം. അദ്ദേഹത്തിന് എല്ലാ കണക്കും, ആ ഗ്രാമത്തെ പറ്റിയുള്ള സകലതും അറിയാവുന്ന ഒരു സർവജ്ഞനാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം എല്ലാ കണക്കും പറഞ്ഞു തരാം. പക്ഷെ ഞങ്ങൾക്ക് അത് പോരല്ലോ, ഞങ്ങൾക്ക് ആ നാട്ടിലെ മനുഷ്യരോട് സംസാരിക്കണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗ്രാമത്തിൽ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ മടിച്ചാണ് ഞങ്ങളെ സമ്മതിക്കുന്നത്. പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അവിടെയുള്ള മനുഷ്യർക്ക് ഭൂരിഭാഗം ആളുകൾക്കും ഒരു ഭാഷയിലും ഒന്നും എഴുതാൻ അറിയില്ല, ഒന്നും വായിക്കാനും അറിയില്ല. അതവിടെ നിൽക്കട്ടെ, അടുത്തൊരു ഹോസ്പിറ്റൽ എവിടെയാണ്? ഹോസ്പിറ്റൽ എന്ന വാക്ക് തന്നെ മിക്കവാറും ആളുകൾ, ആശുപത്രി എന്നുള്ളതിന് ആ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ പോലും അത് പലരും കേട്ടിട്ടേ ഇല്ല. ഏതാണ്ട് ഒരു ഡോക്ടർ ഒരു വൈദ്യരും ഡോക്ടറും ഒക്കെ കലർന്ന ഒരാളാണ്. അയാൾക്ക് MBBS ഒന്നുമില്ല, വേറെ ABCDയിലെ വേറെ എന്തൊക്കെ അക്ഷരം അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ഒപ്പം അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. MBBS എന്നില്ല. അങ്ങനെയുള്ള ഒരാൾ അവിടെ വന്നിരിക്കാറുണ്ട്. അയാളുടെ അടുത്ത് എന്തെങ്കിലും അസുഖമായി കഴിഞ്ഞാൽ ചെന്ന് കാണും. അയാളുടെ ഒരു മരത്തിൻ്റെ മേശയുണ്ട്, അത് തുറന്നിട്ട് അതിനകത്ത് നിന്ന് കുറേ ഗുളികകൾ ഒരു പേപ്പറിൽ ഇട്ടിട്ട് അത് പൊതിഞ്ഞു തരും. അതെല്ലാം എന്ത് രോഗത്തിന് ചെന്നാലും അങ്ങനെ പൊതിഞ്ഞു തരാറുണ്ട്. പിന്നെ പണ്ട് നമ്മുടെ സർക്കാർ ആശുപത്രി കിട്ടിയിരുന്നൊരു ചുവന്ന വെള്ളം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും.
ആ ചുവന്ന വെള്ളം വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്ന അവിടെ ചെന്നപ്പോഴാണ്. അതൊന്നും ഇന്ത്യയിൽ ഉണ്ടെന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത്. ആ ചുവന്ന വെള്ളവും കിട്ടും. ഇതാണ് അവസ്ഥ. പാമ്പ് കടിയേറ്റാൽ ചികിത്സയുള്ള ഞങ്ങളുടെ ക്വസ്റ്റ്യനെയറിൽ ഉണ്ടായിരുന്ന ചോദ്യമാണ്, പാമ്പ് കടിയേറ്റാൽ ചികിത്സിക്കണമെങ്കിലുള്ള ഹോസ്പിറ്റലിൽ 300 കിലോമീറ്റർ പോകണം. 300 കിലോമീറ്റർ പോയാൽ വിഷമില്ലാത്ത പാമ്പാണെങ്കിൽ അയാൾക്ക് ജീവിക്കാം എന്നല്ലാതെ വേറെ യാതൊരു സാധ്യതയും വിഷമുള്ളൊരു പാമ്പ് കടിച്ചൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇന്നത്തെ ഇന്ത്യൻ ഭരണകൂടം ഇങ്ങനെ ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ആ പല സ്ഥലങ്ങളിലെയും ഗ്രാമങ്ങളുടെ അവസ്ഥ. കേരളത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രദേശം എന്ത് മഷിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ തിരഞ്ഞോ കണ്ടുമുട്ടുമോ? കാണില്ല. അങ്ങനെ ഒരു സ്ഥലം പോലും ഇല്ലാതായി കേരളം മാറിയതിന് പിന്നിൽ വളരെ ദീർഘമായൊരു പ്രയത്നമുണ്ട്. കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിൻ്റെ ഈ വികേന്ദ്രീകൃത വികസനത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അതിവിപുലമാണ്. കേരളത്തിൽ അതിന് അടിത്തറയിട്ടത് വിദ്യാഭ്യാസ രംഗത്തെ ഈ പുരോഗതിയുടെ അടുത്ത പടവായിരുന്നു. സ്വാഭാവികമായിട്ടും കേരളത്തിൽ 1970-കളോടുകൂടി ഏറ്റവും കൂടുതലായിട്ട് ശക്തിപ്പെട്ടു വന്നൊരു കാര്യം എന്താണ്? കാർഷിക രംഗത്ത് നിന്ന് നമ്മൾ വലിയ തോതിൽ വ്യാവസായിക രംഗത്തേക്ക് അപ്പോഴേക്കും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ കൃഷിഭൂമി വളരെ കുറഞ്ഞു നിൽക്കുന്നു. അതേസമയം നമ്മൾ വ്യവസായ രംഗത്തേക്ക് കടക്കുന്നു. വ്യവസായ രംഗത്തേക്കും നാണ്യവിളയിലേക്കും ഒക്കെ നമ്മൾ കടക്കുന്നതിനോട് ഒപ്പം ചേർന്ന് നടന്നൊരു കാര്യമാണ് കുട്ടികളെ നന്നായി പഠിപ്പിക്കുക എന്ന ബോധം കേരളത്തിലുടനീളം പ്രസരിച്ചു. കുട്ടികളെ പരമാവധി പഠിക്കുകയും കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മോട്ടീവ്, ഒരു വ്യക്തിയുടെ ജീവിതത്തെ നയിക്കുന്ന വിഷനുകളിൽ ഒന്ന് എന്താണ്? അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് എന്ന് വന്നു. ഇന്ന് നമുക്കത് ഏതാണ്ട് തീരുമാനമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ ഒരു ജോലി കിട്ടി മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ആദ്യം ആലോചിക്കുന്നത്, എന്ത് ജോലി ചെയ്ത് ജീവിക്കുന്നവരും ആലോചിക്കുന്നത് ഒരു വീട് വെക്കണം എന്ന് ചിലർ ആലോചിക്കും. മറ്റു കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ പഠിപ്പിച്ചൊരു നിലയിൽ എത്തിക്കുക എന്ന് ആലോചിക്കുന്ന ഒരു സംസ്കാരം ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. ഇന്ന് നമുക്കത് സ്വാഭാവികമായി തോന്നുമെങ്കിലും അത് ഏറെ കാലം കൊണ്ടാണ് കേരളത്തിൽ നിർമ്മിക്കപ്പെട്ടത്. അത് നിർമ്മിക്കപ്പെട്ടപ്പോൾ നമുക്കറിയാലോ, പണ്ട് എല്ലാ കുട്ടികളെയും നമുക്ക് ഡോക്ടർമാരാക്കാനും എഞ്ചിനീയർമാരാക്കാനുമായിരുന്നു താല്പര്യം. അതിലനേകം പരാധീനതകളുണ്ട്, കുഴപ്പങ്ങളുണ്ട്. ആ ചിന്ത ശരിയായിരുന്നില്ല. ഇന്നാരും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇന്ന് പൊതുവെ ആ ചിന്ത കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നും വലിയ തിരക്കൊക്കെ ഉണ്ട്, ഡോക്ടറാവാനുള്ള തിരക്കൊക്കെ ഉണ്ട്. എങ്കിലും ഇന്ന് പൊതുവെ കേരളത്തിലെ രക്ഷിതാക്കൾക്കിടയ്ക്ക് ഡോക്ടറും എഞ്ചിനീയറും അല്ലാത്ത ഒരുപാട് ജോലികൾ ഈ സമൂഹത്തിലുണ്ട് എന്ന ബോധ്യം ഇപ്പോൾ ശക്തിപ്പെട്ടു വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ഡോക്ടർ എഞ്ചിനീയർ ദുരന്തം ഒരു ഭാഗത്ത് ചിന്തയിലുണ്ടെങ്കിൽ പോലും മറുഭാഗത്ത് അതുകൊണ്ടുണ്ടായൊരു മാറ്റം എന്താണ്? കേരളത്തിൻ്റെ പൊതു ആരോഗ്യരംഗത്തെ ശക്തിപ്പെടുത്താൻ മാത്രമുള്ള ആരോഗ്യരംഗത്തെ വലിയൊരു ബലം, ഒരു പ്രബലമായ ശക്തിയായി കേരളം വികസിച്ചു വന്നു. ഞാൻ ഇതിനൊന്നും ഇനിയും അതിദീർഘമായി സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇത്തരത്തിൽ നടന്ന അനേകം മുന്നേറ്റങ്ങളുടെ ആരോഗ്യരംഗത്ത്, പൊതു സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ഇതിൻ്റെ എല്ലാ മാറ്റങ്ങളുടെ ഭാഗമാണ് ഇന്നത്തെ കേരളം. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മാതൃമരണ നിരക്കിൽ കേരളം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ്. ജനിക്കുന്ന സമയത്ത് അമ്മമാർ മരിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ബീഹാർ നിൽക്കുന്നത് 100-ൽ ഏതാണ്ട് 21 അമ്മമാർ ഇന്നും മരിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിലുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ സ്ഥിതി എന്ന് പറയുന്നത് 1,00,000 പ്രസവങ്ങളിൽ ഏതാണ്ട് 7 പേർ മരിക്കുന്നു എന്നാണ് കണക്ക്. ആ 7 പേർ പോലും 7 പേരുടെ മരണം പ്രസവജന്യമായ ആ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ, പ്രസവം എന്ന കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആവണം മരണമെന്നില്ല എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. പ്രസവം എന്ന് പറയുന്നത് പേടിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമല്ലാതായി മാറി. ശിശുമരണ നിരക്ക് അതിനേക്കാളും കുറഞ്ഞ നിലയിലാണ് നിൽക്കുന്നത്. 0.7-ലാണ് നിൽക്കുന്നത്. 1% എന്ന് തികച്ച് പറയാനില്ലാത്ത വിധം ജനിക്കുന്ന കുട്ടി മരിച്ചു പോവുക എന്നതില്ലാതായി. പഴയ ആളുകൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. എൻ്റെയൊക്കെ വീട്ടിൽ എൻ്റെ മുത്തശ്ശിക്കൊക്കെ 7-8 മക്കളുണ്ടായിരുന്നു. അവരുടെ മുൻ തലമുറയ്ക്ക് 8 മക്കളും 10 മക്കളും അന്ന് എല്ലാവർക്കും ഉണ്ട്. 10 മക്കളിൽ ഏറ്റവും ചുരുങ്ങിയത് 1-2 ആളുകൾ മരിച്ചിട്ടുണ്ടാവും ആ കാലത്ത്. അവർ പോയി, ഇടയ്ക്ക് വെച്ച് പോയി എന്ന് പറയാം. അത് എന്തെങ്കിലും രോഗം വന്ന് പോയിട്ടുണ്ടാവും. ആ കാലം എന്നോ പോയി മറഞ്ഞു. അവിടെ നിന്ന് ഒരു കുട്ടി മരിക്കുക, ജനന സമയത്ത് ഒരു കുട്ടി മരിക്കുക എന്നത് ഒരു അത്ഭുത വാർത്തയായി മാറി. ഇതൊന്നും വെറുതെ സംഭവിച്ചതല്ല, സ്വാഭാവികമായി ഒരു പൂ വിരിയുന്നത് പോലെ നൈസർഗികമായി കേരളത്തിൽ സംഭവിച്ചതല്ല. അതിന് പിന്നിൽ വലിയ ചരിത്ര പരിണാമം ഉണ്ടായിരുന്നു. ഈ പരിണാമത്തിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് വന്നു നിൽക്കുന്നത്. അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന് പറയുമ്പോൾ ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യണം, അതിദാരിദ്ര്യം എന്ന് പറയുന്നത് എന്താണ് ഡിഫൈൻ ചെയ്യണം എന്നൊക്കെ തർക്കിക്കുന്നവരോട് ഒരു കാര്യമേ ആകെ സൂചിപ്പിക്കാനുള്ളൂ. യഥാർത്ഥത്തിൽ ഈ നാടിൻ്റെ പുരോഗതിയെക്കുറിച്ച് ഇത്തരം നിർവചനങ്ങളെ മുൻനിർത്തിയാണോ അതോ ഈ നാട്ടിലെ മനുഷ്യരെ മുൻനിർത്തിയാണോ നമ്മൾ സംസാരിക്കേണ്ടത്?
നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നിർവചിക്കാം. ഇപ്പൊ ഗവൺമെന്റ്, കേരള സർക്കാർ ഈ അതിനിർമ്മാർജ്ജന യജ്ഞത്തിൽ നടത്തിയിരിക്കുന്ന പരിശ്രമത്തെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ചുരുക്കി പറയാം. അതിന് കൃത്യമായ കണക്കുകളുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു സമയത്ത് അതിനോടൊപ്പം അതിൻ്റെ ഒരു കീഴ്ത്തട്ടിൽ എൻ്റെ നാട്ടിൽ പങ്കാളിയായ ഒരാളാണ് ഞാനും. ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ഏതാണ്ട് 1.5 ലക്ഷത്തിൽ താഴെ വരുന്ന മനുഷ്യരെയാണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ അതിദരിദ്രരായി ദേശീയ ശരാശരിയിൽ തന്നെ കണ്ടെടുക്കപ്പെട്ടത്. അത് 1,07,000 മുതൽ 1,23,000 വരെ വ്യത്യസ്തമായ കണക്കുകൾ കേന്ദ്ര സർക്കാരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 1,75,000 മനുഷ്യരുടെ അതിദാരിദ്ര്യത്തിന് മുക്തി നേടുക എന്ന്, കേരളത്തിൽ അത്തരം മനുഷ്യരില്ലാത്തൊരു കേരളം സൃഷ്ടിക്കുക എന്ന തീരുമാനം ഇന്നലെ രാവിലെ കേരള ഗവൺമെന്റ് എടുക്കുന്നതല്ല. അത് ഈ രണ്ടാം ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടായതിനു ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ തീരുമാനങ്ങളിൽ പെട്ടതായിരുന്നു ഈ അതിദാരിദ്ര്യ മുക്തി എന്ന തീരുമാനം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 5 വർഷം നീളുന്ന ഒരു വലിയ പ്രൊജക്റ്റാണിത്. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഈ 1 ലക്ഷത്തിൽ പരം മാത്രം വരുന്ന ആളുകളുടെ അതിദാരിദ്ര്യ മുക്തിക്കായി പണിയെടുത്ത ആളുകളുടെ, ഞാൻ പറഞ്ഞല്ലോ ഞാനടക്കം അതിൻ്റെ ഒരു കീഴ്ത്തട്ടിൽ അംഗമായിരുന്നു, ഈ എല്ലാവരെയും കൂട്ടിയാൽ അതിൽ പങ്കെടുത്ത ആളുകളുടെ, ആ പ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം 13.74 ലക്ഷം മനുഷ്യരാണ്. 13.74 ലക്ഷം മനുഷ്യർ കേരളത്തിൽ 5 വർഷം പ്രയത്നിച്ചാണ് ഈ 64,006 കുടുംബങ്ങളും ആ കുടുംബങ്ങളിലെ മനുഷ്യരുടെ അതിദാരിദ്ര്യ മുക്തിയും എന്ന പ്രൊജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്തു. ഇതിനുവേണ്ടി പ്രവർത്തിച്ച ആൾക്കാരുടെ പ്ലാൻ ഞാൻ ഏറ്റവും ചുരുക്കി പറയാം. 100 പേരടങ്ങുന്നതായിരുന്നു ഇതിൻ്റെ ഒരു സംസ്ഥാന മാസ്റ്റർ ടീം. ഈ മാസ്റ്റർ ടീമിനെ പുറത്തു വിടേണ്ടതുണ്ട്. ഇതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ആരൊക്കെ എന്ന് അറിഞ്ഞാലേ ഒരു സമാധാനവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇതിൻ്റെ മേൽത്തലപ്പിൽ ആരൊക്കെയായിരുന്നു ആസൂത്രണമെങ്കിൽ പിന്നെ അവർ ഓരോരുത്തരെയായിട്ട് വിചാരണ ചെയ്യണം. അവരാരാണ് ശരി, ആരാണ് തെറ്റ്, അവർ ഓരോരുത്തരുടെയും 24 തൂക്കം കറക്റ്റാണോ, അവരെ സ്വർണ്ണം ഉരച്ച് നോക്കുക, ഇതൊക്കെയാണല്ലോ. പിന്നെ അടുത്ത ജോലി അത് അവിടെ നിൽക്കട്ടെ. 100 പേരടങ്ങുന്ന ഒരു മാസ്റ്റർ ടീം ഉണ്ടായിരുന്നു. അതിൽ 650 പേർ ജില്ലാതല ആർപിമാരായിട്ടുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ തന്നെ 14,686 ER-മാർ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നു. 1840 LSG തലത്തിലുള്ള നോഡൽ ഓഫീസർമാർ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ മാത്രം, മറ്റു വകുപ്പുകളിൽ ഇതൊരു നിരവധി വകുപ്പുകളുടെ ഒരു ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള പ്രവർത്തനമായിരുന്നു. ഒരു വകുപ്പിൽ മാത്രം നിന്ന പ്രവർത്തനമല്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ മാത്രം 14,062 അംഗങ്ങൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നു. 2 ലക്ഷമാണ് വാർഡ് തല കമ്മിറ്റി അംഗങ്ങൾ ഈ പ്രൊജക്റ്റിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതിനൊരു മൊബൈൽ ആപ്പ് നിർമ്മിച്ചിരുന്നു. ആ മൊബൈൽ ആപ്പ് വഴിയാണ് ഈ ചോദ്യാവലികൾ നിർമ്മിക്കുകയും മുഴുവൻ മനുഷ്യരെയും കണ്ടെത്തുകയും അവരുടെ രേഖകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള മുഴുവൻ പരിശോധനകൾ നടത്തുകയൊക്കെ ചെയ്തത്. ആ മൊബൈൽ ഇവിടെയും കൈകാര്യം ചെയ്ത അനേകം പേരുണ്ടാവും. ആ മൊബൈൽ ആപ്പ് കൈകാര്യം ചെയ്തിരുന്നത് 1010 പേരാണ്. 50,000 പേരാണ്, 50,000 ടീമുകളായിട്ടാണ് ഈ മൊത്തം ടീമിനെ മാറ്റിയത്. 50,000 ടീമുകൾ എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ വളരെ ലളിതമായിട്ട് തോന്നുമെങ്കിലും ഇതിലെ ഏറ്റവും സങ്കീർണമായൊരു പ്രോസസ്സായിരുന്നു 50,000 ടീമുകളെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത്. ഈ 50,000 എന്യൂമറേഷൻ ടീം എന്ന് പറയുന്നതിന് ഏതാണ്ട് 7,000-ഓളം കേന്ദ്ര ടീമുകളെ വെച്ചുകൊണ്ടാണ് ഇവയെല്ലാം മാനേജ് ചെയ്യുന്നത്. ഇവയെല്ലാം തീർന്നതിന് ശേഷം 1,100 സൂപ്പർ ചെക്ക് ടീമുകളെ ഉണ്ടാക്കി. അതായത് അതിദാരിദ്ര്യ മുക്തിയിലേക്ക് പ്രവേശിച്ച ആളുകളുടെ എണ്ണം കണക്കിലെടുത്ത് ഇവർ മുക്തി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രേഖ സബ്മിറ്റ് ചെയ്താൽ പോലും വീണ്ടും സൂപ്പർ ചെക്ക് ചെയ്ത് മാത്രമേ അത് ഉറപ്പുവരുത്താവൂ. അങ്ങനെ ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നുള്ളതിന് വേണ്ടിയാണ് ഈ 1,100 പേരുടെ ടീം. ഇത്രയും മനുഷ്യർ പങ്കെടുത്ത ഒരു അതിവിപുലമായ മഹാപ്രയത്നത്തിന്റെ ഒടുവിലാണ് ഈ അതിദാരിദ്ര്യ മുക്തി എന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ യഥാർത്ഥത്തിൽ എത്തിച്ചേരുന്നത്. ഇതിനെ വിമർശിക്കാൻ വളരെ എളുപ്പമുണ്ടെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ദരിദ്രരായ ഒരുപാട് മനുഷ്യരുണ്ട്. ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്ന, ഇന്നലെ ഇതിൻ്റെ ഒരു ചർച്ചയിൽ ഞാനും ഉണ്ടായിരുന്നു. ഒരു ചർച്ചയിൽ ഒരാൾ വളരെ ലളിതമായി പറയുന്നത്, മഞ്ഞ കാർഡ് കിട്ടിയ ആളുകൾ, ചുവപ്പ് കാർഡ് കിട്ടിയ ആളുകൾ 4 ലക്ഷമില്ലേ, അതായത് റേഷൻ കാർഡിൻ്റെ നിറം വെച്ചുകൊണ്ടാണ് അതിദാരിദ്ര്യരെ കണക്കാക്കുന്നത്. അങ്ങനെയല്ല. അതിദാരിദ്ര്യ സൂചിക എന്നത് നമ്മുടെ സംസ്ഥാനമല്ല, ഇന്ത്യയിൽ തന്നെ കണക്കാക്കുന്നത്. യഥാർത്ഥത്തിൽ റേഷൻ കാർഡിൻ്റെ നിറമോ നിലവിൽ റേഷൻ കാർഡ് വഴി നിശ്ചയിച്ചിരിക്കുന്ന നമ്മുടെ സാമ്പത്തിക വരുമാനത്തിൻ്റെ കണക്കോ അല്ല ഇതിൻ്റെ അടിസ്ഥാനം. വെള്ളക്കാർഡുള്ള ഏതാണ്ട്, ഇപ്പോഴത്തെ കണക്ക് പ്രകാരം അതിന് കൃത്യമായ കണക്ക് പുറത്തു വരുന്നതേ ഉള്ളൂ, ഏതാണ്ട് ഒരു 1,200-ഓളം ആളുകൾ ഈ അതിദാരിദ്ര്യ പട്ടികയിൽ വന്നിട്ടുണ്ട്.
വെള്ളക്കാരുടെ ഒരാൾക്ക് കൊടുക്കുന്നതിന് പിന്നിലുള്ള മാനദണ്ഡങ്ങളെല്ലാം പരിഗണിച്ചാലും ഒരാൾ അതിദരിദ്രരാവാനുള്ള സാഹചര്യമുണ്ട് എന്നതാണ് ഈ ഗവേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്ന് വെച്ചാൽ സ്വന്തമായി വീടുണ്ട് എന്ന് വിചാരിക്കുക, സ്വന്തമായിട്ടുള്ള വീട് വാടകയ്ക്ക് കൊടുക്കാവുന്ന ഒരു നിലയില്ല, ആ വീട്ടിലുള്ള ഒരൊറ്റ ആൾക്ക് വരുമാനമില്ല, ആ വീട്ടിലെ ആളുകൾ ഒന്നോ രണ്ടോ ആളുകൾ ചിലപ്പോൾ അസുഖമായി തിരിച്ചു കിട്ടാനാവാത്ത വിധം കിടപ്പിലാണ്, അവരെ ശുശ്രൂഷിക്കേണ്ട അവസ്ഥയിലാണ് ആ വീട്ടിലുള്ള ബാക്കിയുള്ള ആളുകൾ. വീട്ടിൽ ഒരു തരത്തിലുള്ള വരുമാനവുമില്ല, അവർ അതിദരിദ്രരാണ്. ഈ അതിദരിദ്രരായ ആളുകൾ മറ്റു സൂചികകളിൽ ഒന്നും കാണില്ല. ഇങ്ങനെ യഥാർത്ഥത്തിൽ കേരളത്തിൽ എത്ര മനുഷ്യരുണ്ട് എന്നതിനെ കുറിച്ച് കൂടിയാണ് ഈ ചെക്കിംഗ് നടന്നത്. ഇപ്പം ഞാൻ സൂചിപ്പിച്ചൊരു കാര്യം ഇത് മാത്രമാണ്. ഇതിനെപ്പറ്റി അതിവിശദമായി കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട എം പി രാജേഷ് അടക്കമുള്ള ആളുകൾ വിശദീകരിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ വീണ്ടും കേൾക്കാവുന്ന കാര്യമാണ്. അത് പറയാനായി ഈ സമയം വിനിയോഗിക്കേണ്ടതില്ലല്ലോ. ഇത്തരത്തിൽ നടന്ന ഒരു മഹാപ്രയത്നത്തിൻ്റെ സാഫല്യമാണ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ സാധ്യമാവുന്നത്. ഇത് സാധ്യമാകുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട മുന്നോട്ടുള്ള കാര്യങ്ങൾ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. കേരളം നവകേരളം എന്ന നിലയ്ക്ക് വികസിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഇന്നത്തോടെ പരിഹരിക്കപ്പെട്ടോ എന്നാണ് ഇന്ന് നിരന്തരം ചോദിക്കുന്ന ചോദ്യം. എല്ലാ പ്രശ്നവും പോയിട്ട് എല്ലാ പ്രശ്നങ്ങളുടെയും 10% പോലും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മുടെ ഉത്തരം. നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അതിലെ കാതലായ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം നമ്മൾ കണ്ടെത്തിയതിൻ്റെ ആശ്വാസമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ആകെ പങ്കുവെക്കുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ നവകേരളമാകണമെങ്കിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഞാൻ കരുതുന്നത് അതിന് 3 തലങ്ങളുണ്ട് എന്നാണ്. ഒന്ന് ജനക്ഷേമമാണ്. കേരളത്തിലുടനീളമുള്ള മുഴുവൻ മനുഷ്യരുടെയും, ആ മനുഷ്യർ എന്നതിനകത്ത് ഹോമോസാപ്പിയൻസ് എന്നറിയപ്പെടുന്ന ജീവിവർഗത്തിൽപ്പെടുന്ന എല്ലാ മനുഷ്യരും പെടും. ആ മുഴുവൻ മനുഷ്യരുടെയും ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ നാം വിജയം കൈവരിക്കുക എന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീടില്ലാത്ത മുഴുവൻ മനുഷ്യർക്കും വീടുണ്ടാവുക, തൊഴിലില്ലാത്ത മുഴുവൻ മനുഷ്യർക്കും അവർക്ക് ചെയ്യാനാകാവുന്ന ഒരു തൊഴിലിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുക, ഒരു മനുഷ്യൻ പോലും പട്ടിണി കിടക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുക. ഇങ്ങനെ കേരളത്തിലുള്ള മുഴുവൻ മനുഷ്യരുടെയും ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം. ഇതാണ് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി നടന്ന ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും ശ്രദ്ധിച്ച് ചെയ്തിട്ടുള്ളൊരു പ്രവർത്തനം. അതിൽ വലിയൊരളവോളം നമ്മൾ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കേരളത്തിൽ നടന്നിരിക്കുന്ന ഈ 5 ലക്ഷത്തോളം വീടുകളാകട്ടെ, കേരളത്തിൽ ഉടനീളം നടന്നിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയുള്ള വലിയ പ്രയത്നമാവട്ടെ, ഇപ്പോഴും എല്ലാ ദിവസവും ഇന്നത്തെ സർക്കാരിൻ്റെ പണം കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്ന ഏറ്റവും ചുരുങ്ങിയത് 7,000 മുതൽ 12,000 വരെയുള്ള മനുഷ്യർ കേരളത്തിൽ തന്നെയുണ്ട്. ഇത്തരത്തിൽ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നമുക്ക് വലിയ വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒന്നാം തലം മാത്രമാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തലം എന്താണ്? അത് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള നമ്മുടെ പ്രവേശനം. അതായത് കേരളത്തിന് മുന്നോട്ടൊരു യാത്ര എന്താണ് എന്നത് നമ്മുടെ ഏറ്റവും വലിയ ചോദ്യമാണ്. കേരളത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധിയാണ് ഇവിടെ പഠിക്കുന്ന മിക്കവാറും കുട്ടികൾ. ഇന്നത് ക്രമേണ നമുക്ക് കുറച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചേറെ വർഷങ്ങളായിട്ട് തന്നെ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾ കേരളത്തിന് പുറത്താണ് ജോലി ചെയ്യുന്നത്. കേരളത്തിൽ നല്ല വിദ്യാഭ്യാസം നേടുന്ന ആരും കേരളത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, കേരളത്തിന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയുള്ള പ്രശ്നം. ഇതെങ്ങനെ പരിഹരിക്കാം എന്നത് നമ്മുടെ മുന്നിലെ ചോദ്യമാണ്. അത് പരിഹരിക്കുക എന്നത് അവരുടെ ജോലിയുടെ മാത്രം പ്രശ്നമല്ല. കേരളത്തിൻ്റെ തുടർന്നുള്ള ഒന്നടങ്കമുള്ള കേരളത്തിൻ്റെ ആസൂത്രണത്തിലും സാമ്പത്തിക വികസനത്തിലും സാമൂഹ്യ വികസനത്തിലും ഇവിടെ നിന്നുള്ള മുഴുവൻ മലയാളികളുടെയും, ഇവിടെ നിന്ന് പോയിരിക്കുന്ന നമ്മുടെ ഈ മുഴുവൻ കുട്ടികളുടെയും മാൻ പവർ ആകട്ടെ, അവരുടെ വൈജ്ഞാനിക ശേഷിയാവട്ടെ ഈ നാട്ടിൽ വിനിയോഗിക്കുക എന്നതുകൊണ്ടാണ് നമുക്ക് ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. അത് കഴിയണമെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സാധ്യമാവുക? അതിനു വേണ്ടിയുള്ള വളരെ ഫലപ്രദമായ ഒരു ആസൂത്രണത്തിൻ്റെയും ശ്രമത്തിൻ്റെയും ഒരു പരിശ്രമത്തിൻ്റെയും പദ്ധതിയുടെയും പേരാണ് വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള നമ്മുടെ പ്രവേശനം. വൈജ്ഞാനിക കേരളം എന്ന നമ്മൾ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ കാണുന്ന ലക്ഷ്യം. അതായത് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ പുതുതായി തുടങ്ങാൻ പോകുന്ന ഏത് തരം വ്യവസായങ്ങളാകട്ടെ, ഏത് തരം സ്ഥാപനങ്ങളാകട്ടെ, അവയ്ക്കാവശ്യമായ എന്ത് തരം പ്രൊഫഷണൽ കോഴ്സുകൾ വേണമെങ്കിലും നമുക്കിവിടെ നിന്ന് തന്നെ ആവശ്യമായ പരിശീലനം നൽകി ആ വിദഗ്ധ തൊഴിലാളികളെ നമുക്ക് കൊടുക്കാൻ കഴിയണം. ആ വിദഗ്ധ തൊഴിലാളികളാക്കി നമ്മുടെ ഇടയിലുള്ള നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കാൻ ആവശ്യമായ നിലയിലേക്ക്
എന്തെല്ലാം ചെയ്യാനാകുമോ അതെല്ലാം ചെയ്യുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായ ആ രംഗത്തെ ആവശ്യം. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ വർഷം മുതൽ ഈ വർഷം വരെ കേരളത്തിലെ ബ്രിഡ്ജ് കോഴ്സുകൾ, അതായത് വിവിധ കേരളത്തിൽ തുടങ്ങിയിരിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ, കേരളത്തിൽ തുടങ്ങിയിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം വിവിധ സ്ഥലങ്ങളിലേക്ക് ബ്രിഡ്ജ് കോഴ്സുകളായി, അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ആ വിദഗ്ധ തൊഴിലിന് ആവശ്യമായ ബ്രിഡ്ജ് കോഴ്സുകളായി മാത്രം കേരളത്തിൽ പരിശീലനം ഗവൺമെന്റ് തലത്തിൽ ഉള്ള സഹായത്തോടെ നേടിയിട്ടുള്ള കുട്ടികളുടെ എണ്ണം ഏതാണ്ട് 13,746. അത് വരുന്ന ഒരു വർഷത്തിനകം ഏറ്റവും ചുരുങ്ങിയത് 3 ലക്ഷമായി വർദ്ധിപ്പിക്കാനാണ് സർക്കാർ പ്രധാനമായിട്ടും വിഭാവനം ചെയ്യുന്നത്. അത് വരുന്ന വർഷങ്ങളിൽ ഇതിനേക്കാളും കൂട്ടേണ്ടതുണ്ട്. കേരളത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി ആകെ കയ്യിലുള്ളത് നമ്മുടെ കയ്യിലുള്ള ഈ വൈജ്ഞാനിക മൂലധനമാണ്. ഇത്രയും കാലം കൊണ്ട് നമ്മൾ ആർജിച്ചിരിക്കുന്ന വിദ്യാഭ്യാസത്തിലും ആരോഗ്യരംഗത്തും ഒക്കെയുള്ള പുരോഗതിയുടെ ഫലമായി നമ്മൾ നേടിയിരിക്കുന്ന മികച്ച വിദ്യാഭ്യാസമുള്ള ഏത് ജ്ഞാനമേഖലയിലും ഏത് പ്രവൃത്തി മേഖലയിലും പ്രയത്നിക്കാൻ കഴിയുന്ന വലിയ ഒരു വിദഗ്ധ തൊഴിൽ സംഘം തീർച്ചയായിട്ടും കേരളത്തിലുണ്ട്. അതിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ കൂടി കേരളത്തിൽ ഒരുക്കപ്പെടുകയാണെങ്കിൽ കേരളം ഒരു വൈജ്ഞാനിക രംഗത്തെ ലോകത്തിലെ തന്നെ മികച്ച സാന്നിധ്യങ്ങളിൽ ഒന്നാക്കി മാറ്റാൻ നമുക്ക് കഴിയും. അതിനുള്ള എല്ലാ സാധ്യതയും നമ്മുടെ മുന്നിലുണ്ട്. മറ്റ് സാധ്യതകൾ നമ്മുടെ അടുത്ത് കുറവാണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു ഫിസ്ക്കൽ ഫെഡറലിസം എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ വിവിധ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ നിലയ്ക്ക് അതാത് സംസ്ഥാനങ്ങളെ അർഹമായ നിലയിൽ പരിഗണിക്കുന്ന ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആയിട്ടല്ല ഇന്ന് ഇന്ത്യ നിൽക്കുന്നത്. ഇന്ത്യൻ ഭരണകൂടം കേരളത്തോട് നിരന്തരം പറയുന്നത് കേരളത്തിന് ഇതൊന്നും ആവശ്യമില്ലല്ലോ എന്നാണ്. കഴിഞ്ഞ വർഷം നിർമ്മല സീതാരാമന്റെ ബജറ്റിന് ശേഷം 3 തവണ കേരളം സബ്മിറ്റ് ചെയ്ത കേരളത്തിന്റെ ആവശ്യങ്ങൾ അടങ്ങുന്ന രേഖയെ നിരാകരിച്ചുകൊണ്ട് അവർ ഇങ്ങോട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അവരുടെ വിശദീകരണക്കുറിപ്പ് ഇപ്പം ഇന്റർനെറ്റിൽ ലഭ്യമാണ്. 3ലും ആവർത്തിക്കപ്പെടുന്ന വാചകം ഇതിലെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾക്കൊന്നും കേരളം യോഗ്യമല്ല, കേരളം മുൻപേ അതൊക്കെ നേടിയിരിക്കുന്നു എന്നാണ്. അതായത് ഞങ്ങൾക്ക് ഇന്ത്യയിലുടനീളം ശൗചാലയങ്ങൾ ഉണ്ടാക്കുന്നു, കേരളത്തിൽ എല്ലാവർക്കും ശൗചാലയമുണ്ട്, അത് നമ്മൾ ചെയ്ത തെറ്റാണ്. കേരളത്തിൽ എല്ലാ വീട്ടിലും ബാത്റൂം ഉണ്ട് എന്നത് നമ്മൾ ചെയ്ത ഒരു തെറ്റാണ്. കേരളത്തിലെ വിവിധ സ്കൂളുകൾക്ക് മുഴുവൻ ക്ലാസ് റൂം ഉണ്ടാക്കാനായി ഞങ്ങൾ വിവിധ ക്ലാസ് റൂമുകൾക്കായിട്ട് മധ്യപ്രദേശിൽ കൊടുക്കുന്നത് ഏതാണ്ട് 10,000 രൂപ. ഒരു ക്ലാസ് റൂം കെട്ടാൻ 10,000 രൂപ. ഒരു ക്ലാസ് റൂം 10,000 രൂപയ്ക്ക് ഒരു കോഴിക്കോട് കേരളത്തിൽ കെട്ടുന്നത് ഇപ്പോൾ വളരെ കുറച്ച് പേരാണ്. ഈ 10,000 രൂപയ്ക്ക് ക്ലാസ് റൂം അവിടെ പണിയാം. അത് അവിടുത്തെ ക്ലാസ് റൂം പോയി കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അത് 10,000 രൂപയ്ക്ക് നമുക്ക് പണിയാം. 10,000 രൂപ തന്നെ അതിന് വേണ്ട. 4 കോല അപ്പുറം വെച്ചിട്ട് അതിന് ചുറ്റും 4 ഓല കെട്ടിവെയ്യുന്ന പരിപാടിയാണ്. നമ്മുടെ ക്ലാസ് റൂം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അത് കേരളത്തിന് ആവശ്യമില്ല. കാരണം കേരളത്തിൽ എല്ലാ സ്കൂളുകളിലും ക്ലാസ് റൂം ഉണ്ട്, അതിനുള്ള പൈസ ഇല്ല. അതായത് ഇങ്ങനെ തുടങ്ങി, ഞാനിത് വിസ്തരിച്ച് പറയുന്നില്ല. മുഴുവൻ കാര്യവും കേരളം ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് പൈസ ആവശ്യമില്ലല്ലോ എന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് നികുതിയായി പിരിച്ചെടുത്തിരിക്കുന്ന പൈസ ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഇതൊന്നുമില്ലാത്ത മനുഷ്യർക്ക് ഞങ്ങൾ കൊടുക്കുകയാണ്. അതിലൊരു തെറ്റുമില്ല. ഞാൻ പറയുന്നത് ഇന്ത്യ എന്ന രാജ്യത്തിനകത്ത് ജീവിക്കുന്ന ഒരു സംസ്ഥാനം മാത്രമാണ് നമ്മൾ. ആ ബോധ്യം നമുക്കുണ്ട്. നമ്മളടങ്ങുന്ന മുഴുവൻ മനുഷ്യരുടെയും നികുതിയെ പൂർണ്ണമായി നമുക്ക് വിട്ടുതരണമെന്ന ആവശ്യമൊന്നും ഇവിടെ ഇല്ല. എല്ലാ സംസ്ഥാനങ്ങൾക്കും ആവശ്യമായ എല്ലാം കൊടുക്കണം. പക്ഷെ നടക്കുന്നത് എന്താണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ബീഹാറിന്റെ കഴിഞ്ഞ വർഷത്തെ ബജറ്റ് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. 73% കേന്ദ്ര ഫണ്ട്. 73% കേന്ദ്ര ഫണ്ടിൽ ഒരു സംസ്ഥാനം പ്രവർത്തിക്കുന്നത് ബീഹാറിൽ മാത്രമാണ്. അത് ഏതാണ്ട് സമാനമാണ് നിങ്ങൾക്ക് ഗുജറാത്തിലൊക്കെ പോയാലുള്ള അവസ്ഥ. വലിയ തോതിൽ കേന്ദ്ര ഫണ്ടാണ്. നമുക്കിപ്പോൾ 24% തികച്ചില്ല. 5 വർഷം മുമ്പ് അത് 34% മറ്റായിരുന്നു. ഡോക്ടർ തോമസ് ഐസക് ധനമന്ത്രിയായിരുന്ന സമയത്ത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബാലഗോപാൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി ഇരുന്ന് പറയുന്നത് കേട്ടു, 23%-ലേക്കാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. 10,000 കോടി രൂപയിലധികമാണ് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് വിവിധ കാര്യങ്ങളിലായിട്ട് തരാനുള്ള തുക. ഞാൻ അതിന്റെ രാഷ്ട്രീയ വിശദീകരണത്തിലേക്കൊന്നും ഇത്തരൊരു യോഗത്തിൽ കടക്കുന്നില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ യഥാർത്ഥത്തിൽ കേരളം എന്ന സംസ്ഥാനത്തിന് ഒരു ഫിസ്ക്കൽ ഫെഡറലിസം നിലനിൽക്കുന്ന രാജ്യത്ത് അവകാശപ്പെട്ട ഒരു ധനവും തരാതെ, ഇതൊക്കെ തരുന്നതിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഇവർ കണ്ടിട്ടില്ല, എന്തോ ഭിക്ഷ തരുന്നത് പോലെയാണ് ഇവർ പറയുന്നത്. ഞങ്ങളുടെ പണം ഞങ്ങൾ ഇത്ര രൂപ തന്നല്ലോ എന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ, ഞങ്ങളുടെ പണം എന്നൊക്കെ പറയുന്ന കേട്ടാൽ ഇവരുടെ ഭാരതീയ വിചാര കേന്ദ്രത്തിൽ നിന്ന് തരുന്ന പണമാണ്. എനിക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ല. കേരളത്തിൽ ഇത്രമേൽ ജനാധിപത്യമില്ലാതെ സംസാരിക്കുന്ന മനുഷ്യരെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല.
ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ വഴി ഒരു പരിപാടിക്കായി ചെന്നപ്പോൾ തിരിച്ചു വരുമ്പോൾ അവിടെ ഈ വലിയ ആൾക്കൂട്ടമൊക്കെ ഉണ്ട്. കലിംഗ് സഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിറങ്ങി കണ്ടതൊന്നുമില്ല, പക്ഷെ അവിടെ കണ്ടു കഴിഞ്ഞ് മടങ്ങുന്ന കുറേ ആളുകൾ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞാനവിടെ പുറത്തൊക്കെ ഇറങ്ങി ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ അതിനെപ്പറ്റിയൊക്കെയുള്ള സംസാരമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റിയുള്ള വാർത്തകളൊക്കെ കണ്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്തൊരു കേരളത്തിൽ നടക്കുന്ന, അതായത് ഞാൻ ഈ നേരത്തെ വിശദീകരിച്ച കേരളത്തിൻ്റെ ഇന്നോളമുള്ള യാത്രയോട്, കേരളം ഇന്ന് വരെ സഞ്ചരിച്ച ഈ മുന്നേറ്റത്തിൻ്റെ, പുരോഗമനത്തിൻ്റെ, സാമൂഹ്യ വിപ്ലവങ്ങളുടെ യാത്രയോട് എത്ര കണ്ട് പിന്നിലേക്കാണ് ഇവർ യാത്ര ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന ഭൂമി സമരങ്ങൾ നടന്ന കേരളമല്ല, സാമൂഹ്യ വിപ്ലവം നടന്ന 19-ാം നൂറ്റാണ്ടിലെ കേരളത്തിന് പിന്നിലാണ് ഈ മനുഷ്യൻ ജീവിക്കുന്നത്. ഞാൻ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഒരു സ്വാഗതം ഒരാൾ പറയുന്നു, അത് കഴിഞ്ഞിട്ട് മൈക്ക് കൊടുക്കുന്നു ഇദ്ദേഹം ആ മൈക്ക് നേരെ ഒരു കയ്യിൽ നിന്ന് ഒരു സാനിറ്റൈസർ എടുത്തിട്ട് ആ മൈക്ക് മൊത്തം സാനിറ്റൈസർ വെച്ച് അടിച്ചിട്ട് പിന്നെ ഒരു ടവൽ വെച്ച് അത് തുടക്കുകയാണ്. ഞാനാണ് ആ സ്വാഗതം പറഞ്ഞതെങ്കിൽ അന്നത്തോടുകൂടിയാണ് ആ പരിപാടി നിർത്തുന്നത്. എനിക്ക് പറയാനുള്ളത്, എന്തുമാതിരി ഒരു മനുഷ്യനെ അപമാനിക്കലാണ്. ഞാനിപ്പോൾ ഇവിടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് മുമ്പ് സ്വാഗതം പറഞ്ഞാൽ പറഞ്ഞു ഞാനൊരു സാനിറ്റൈസർ കൊണ്ടുവന്ന്, നമ്മൾ കോവിഡ് കാലത്ത് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു, അതൊരു സുരക്ഷയുടെ ഭാഗമായിട്ടാണ്. അതിന് പകരം എന്ത് തരം മനുഷ്യനാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അദ്ദേഹം വന്നിരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് മാത്രം ഇരിക്കാൻ ഒരു പ്രത്യേകമായ വീരാളിപ്പെട്ട് ഇരിക്കുന്നില്ല. അതിനപ്പുറം ഇരിക്കുന്ന ഇവരുടെ തന്നെ നേതാക്കൾക്ക് പോലും ആ വെറും തറയിലിരുന്നോളണം, അത് നിർബന്ധമാണ്. അവർ ഒരു തുണിയും ഇരിക്കരുത്. പറയുന്ന കാര്യങ്ങൾ ഞാൻ വിസ്തരിച്ച് ഇവിടെ പറയുന്നില്ല, അതല്ല നമ്മുടെ വിഷയം. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, പ്രജ എന്ന് നമ്മളെ നോക്കി വിളിക്കുക, പൗരന്മാരെ നോക്കി പ്രജ എന്ന് വിളിക്കുക. സംസാരിക്കുന്ന മുഴുവൻ ഭാഷയും നിങ്ങൾ ആലോചിച്ചാൽ മതി. പ്രജ എന്ന് വിളിക്കുന്നത് ഒരു പ്രശ്നമല്ലേ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഇതൊരു പ്രശ്നമായി കേരളത്തിൽ നപുംസകങ്ങൾക്ക് മാത്രമേ തോന്നൂ എന്നാണ് മറുപടി. അതായത് ഒരു മറുപടി പറഞ്ഞാൽ അത് അടുത്ത പ്രശ്നമാണ്. ഒരു മറുപടി പറയുകയാണെങ്കിൽ ആ മറുപടി അതിനൊക്കെ വൃത്തികേടായിട്ട് പറയാനറിയൂ. ഈ നാട്ടിലെ മനുഷ്യർ ഉപയോഗിക്കാത്ത വാക്കുകളെ അപ്പോഴും പറയാനറിയൂ. ഇത്തരം മനുഷ്യർ ജനപ്രതിനിധികളായ ഒരു രാജ്യത്തെ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സംസ്ഥാനമായിട്ടാണ് ഇന്ന് കേരളം മാറിയിരിക്കുന്നത്. ഇപ്പം ഞാൻ സൂചിപ്പിച്ചത്, ഞാൻ നീട്ടുന്നില്ല, പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ വൈജ്ഞാനിക കേരളത്തിലേക്കുള്ള യാത്ര വളരെ പ്രധാനമാണ്. അതിന് ഏറ്റവും പ്രതികൂലമായി നിൽക്കുന്നത് കേരളത്തെ ഒരിക്കലും രക്ഷപ്പെടരുത് എന്ന് തീരുമാനിക്കുന്ന വേറെ കുറെ പേരെ. ഞാൻ കരുതുന്നത് ഇന്ന് നമ്മൾ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയത്തിലെ അതിദാരിദ്ര്യം നേരിടാൻ, രാഷ്ട്രീയ ബോധത്തിലെ അതിദാരിദ്ര്യം നേരിടാനുള്ള ഒരു പ്രൊജക്റ്റ് ഒരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയും. അത് മനുഷ്യർ സ്വയം ചെയ്യേണ്ടതാണ്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ചർച്ചകളും ഈ നിലയ്ക്കാണ് നടക്കുന്നത്. ഈ രാഷ്ട്രീയത്തിലെ അതിദാരിദ്ര്യത്തെ പരിഹരിക്കുക എന്നത് നമുക്കൊരിക്കലും ഗവൺമെന്റ് തലത്തിൽ സാധ്യമാവില്ല. അതിനോരോ മനുഷ്യരും സ്വയം ശ്രമിക്കേണ്ടതാണ്. ഞാൻ അവിടെ അത് പറഞ്ഞു നിർത്തുകയാണ്. മൂന്നാമത്തെ ഒരു തലം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കും. അത് നമ്മുടെ പ്രോഗ്രസീവ് ടെമ്പർ എന്നൊരു വാക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. സയന്റിഫിക് ടെമ്പർ എന്ന് പണ്ട് നെഹ്റു ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ശാസ്ത്രീയ മനോവൃത്തി എന്നതിനെ സയന്റിഫിക് ടെമ്പർ എന്ന് വിശേഷിപ്പിച്ച നെഹ്റുവാണ്. നമ്മുടെ പ്രോഗ്രസീവ് ടെമ്പർ, നമ്മുടെ പുരോഗമന മനോവൃത്തി, പുരോഗമന പ്രവർത്തന പഥം എന്നത് കൂടുതൽ ശക്തമാക്കുകയും ഒരു പുരോഗമന കേരളമായി, പുരോഗമന സാംസ്കാരിക കേരളമായി നമ്മുടെ നാടിനെ നിലനിർത്തുകയും ഇന്നുള്ളതിൽ നിന്ന് അതിനെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. അക്കാര്യത്തിൽ കേരളം ഇന്നും വലിയ തോതിലുള്ള ഒരു പിൻതലത്തിലാണ് നിൽക്കുന്നത് എന്നതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ വേദിയിൽ അത് അത്യന്തം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. അത് വിശദീകരിക്കാൻ ഇനി നേരമില്ല. പക്ഷെ നമുക്കറിയാം, കേരളത്തിൽ ജാതി പോയി എന്ന് നമ്മൾ പറയും. അങ്ങനെയാണല്ലോ, ജാതിഭേദം മതദ്വേഷമൊക്കെ ഇവിടെ പോയിട്ടുണ്ട്. പേരൂര് തൊഴിലീ മൂന്നും പോരും ആയത് ചൊല്ലുക, ജാതി ഏതെന്ന് ചൊല്ലേണ്ട നെയ് തന്നെ ചൊല്ലുകയാമെന്നൊക്കെ നാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. പേര്, ഊര്, തൊഴിൽ, മൂന്ന് കാര്യമേ ഒരാൾ ചോദിച്ചാൽ പറയേണ്ട കാര്യമുള്ളൂ. നിങ്ങളെ പേരെന്താണ്, നിങ്ങൾ വരുന്ന നാട് ഏതാണ്, നിങ്ങൾ എന്ത് പണിയെടുത്തിട്ടാണ് കഞ്ഞി കുടിക്കുന്നത്, ഈ മൂന്ന് കാര്യമേ പറയേണ്ടതുള്ളൂ. നിങ്ങളുടെ ജാതി പറയേണ്ടതില്ല. അങ്ങനെ മനുഷ്യത്വം ജാതി എന്നൊക്കെ പ്രഖ്യാപിച്ച് നമ്മൾ ജാതിയിൽ നിന്ന് പോകുന്നു എന്നാണ്. പക്ഷേ നമ്മൾ അന്നത്തേക്കാളും എത്രയോ ശക്തമായ ജാതിവാദികളാണെന്ന് നമുക്ക് ഓരോരുത്തരും, ഞാനിത് പറയുമ്പോൾ നിങ്ങളെ മുഖത്ത് വരുന്ന ചിരിയിൽ നിന്ന് ആ ഉത്തരം യഥാർത്ഥത്തിൽ ഈ COVID-19 നമ്മൾ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് മുമ്പൊരു കോവിഡ് ഉള്ളതുകൊണ്ടാണല്ലോ. ആ കോവിഡിനെ അതിജീവിച്ച് വന്നതാണ് COVID-19. ഇനി വന്നാൽ ആ കോവിഡിനെ അതിജീവിച്ച കോവിഡ് ആവും. അതുപോലെ ഈ ജാതി 2025 എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു സങ്കല്പിക്കാത്തൊരു ജാതി. ആ നിലയ്ക്ക് നമ്മളിൽ ജാതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ മനുഷ്യരിലും, നമ്മുടെ കല്യാണ പേജ് പരസ്യങ്ങളിലും, നമ്മുടെ വീട്ടകത്തെ ഓരോ പ്രവർത്തനങ്ങളിലും അങ്ങനെയാണല്ലോ.
ഞങ്ങൾ ഈ മലപ്പുറത്തുകാർ പണ്ട്, ഞാനിപ്പോൾ പാലക്കാട് ജില്ലയിലാണ്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ജനിച്ചു വളർന്ന EMS-നെടുത്തത്. ഞങ്ങൾ ചാറൊക്കെ നിന്ന് പക്ഷേ ഈ ചോറ്റ് പാരരുത് എന്ന് പറയും. ഈ കറി നന്നായിട്ടുണ്ട്, പക്ഷേ ഈ ചോറിലത് ഒഴിക്കേണ്ടതാണ് എൻ്റെ മലയാളം, മനസ്സിലായില്ല? ആ നിലയ്ക്കാണ് നമ്മൾ ഈ ജാതി എന്നും കണ്ടിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് പുറത്ത് പ്രസംഗിക്കാനുള്ളതാണ്. പുറത്തിങ്ങനെ 4 ആളെ കിട്ടിക്കഴിഞ്ഞാൽ 2 കവിതയും 4 കഥയും ഒക്കെ പാടെ പറഞ്ഞ് ഈ സംഭവം പറയാൻ വളരെ എളുപ്പമുള്ളതാണ്. മകൾക്ക് കല്യാണം ആലോചിക്കുമ്പോൾ നമ്മൾ വേറെ കാര്യങ്ങൾ ആലോചിക്കും. അപ്പോൾ നമ്മളിതൊന്നുമില്ല ആലോചിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണല്ലോ. ഈ ക്ലാസിഫൈഡ് പേജസ് പരസ്യങ്ങൾ വായിക്കേണ്ടതാണ്. പത്രം വേറെ കാര്യമായിട്ടൊന്നും വായിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറില്ല. കേരളത്തിൽ മിക്കവാറും പത്രം, പക്ഷെ അത് നല്ല രസമാണ് വായിക്കാൻ. ഞാൻ കഴിഞ്ഞ ദിവസം പോലും കണ്ടു, കശ്യപ ഗോത്രത്തിൽപ്പെട്ട ബ്രാഹ്മണ യുവാവ്, അയാളുടെ ഗോത്രം വരെയുണ്ട്, സമാന ഗോത്രത്തിലുള്ള വിവാഹാലോചനകൾ തേടുന്നു. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, എന്താണ് എഴുതി വെക്കുന്നത്? ഞങ്ങൾ തലമുറയായി ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണികളെ ഉണ്ടാക്കുക എന്ന 3 ജോലിയല്ലാതെ വേറൊരു ജോലിയും ചെയ്യാതെ അന്യരുടെ അധ്വാന ഫലം തട്ടിപ്പറിച്ച് ജീവിച്ചു പോന്ന സാമൂഹ്യദ്രോഹികളുടെ ഒരു കുടുംബമാണ്. സമാനമായ മറ്റൊരു സാമൂഹ്യദ്രോഹിയെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പത്രത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഇതാണോ പരസ്യം? വേറെന്താണ് ആ പരസ്യം? ഞാൻ നമ്പൂതിരിയായി ജനിച്ച മുഴുവൻ മനുഷ്യനെ സാമൂഹ്യദ്രോഹിയായി പറഞ്ഞു. ഞാൻ അങ്ങനെ വ്യാഖ്യാനിക്കരുത്. അതല്ല, നിങ്ങൾ നമ്പൂതിരിയായിട്ട് ജനിക്കുന്നോ, നിങ്ങൾ ദളിതരായി ജനിക്കുന്നോ എന്ന് അവിടെ ആരും എഴുതി കൊടുത്തിട്ട് കോളത്ത് ഫില്ല് ചെയ്തിട്ടല്ല അങ്ങോട്ട് പോകുന്നത്. പക്ഷെ നിങ്ങളൊരു നമ്പൂതിരിയാണ് എന്ന് ട്രംപറ്റ് ചെയ്യുകയാണെങ്കിൽ, അതിങ്ങനെ കൊട്ടിഘോഷിച്ച് നടക്കുകയാണ്, ഞാനൊരു നമ്പൂതിരിയാണേ എന്ന് പറഞ്ഞ് നടക്കുന്നെങ്കിൽ നിങ്ങൾ സാമൂഹ്യദ്രോഹിയാണെന്ന് തന്നെയാണ് വിനീതമായ എൻ്റെ അഭിപ്രായം. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇങ്ങനെ പരസ്യം കൊടുക്കുക. ഒരു പുരോഗമനവാദികളുടെ പരസ്യം വേറെ ഉണ്ട് കേട്ടോ, അത് രസമാണ്. പുരോഗമനവാദിയായ യുവാവ് ഏത് ജാതിയിൽ നിന്നും വിവാഹാലോചനകൾ തോന്നുന്നു, ബ്രാക്കറ്റിൽ SC/ST ഒഴികെ. ഗംഭീര പരസ്യമാണ്, ബ്രാക്കറ്റിൽ SC/ST ഒഴികെ. അങ്ങനെയാണ്, പ്രത്യേകതരം പുരോഗമനമാണ് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന അതിവിചിത്രമായ ഒരു സമൂഹമായിട്ടാണ് നമ്മൾ പരിണമിച്ചിരിക്കുന്നത്. ഈ പുരോഗമന, ഈ പറയുന്ന പ്രോഗ്രസീവ് ടെമ്പർ എന്ന് പറയാൻ എളുപ്പമാണെങ്കിലും നമ്മുടെ പ്രശ്നം അതീവ ഗുരുതരമാണ്. ജാതി നമ്മൾ ചോദിക്കാറില്ല. ഇപ്പൊ ആരോടും ജാതി ചോദിക്കാറില്ല. ഇപ്പൊ എങ്ങനെയാ ജാതി ചോദിക്കുന്നത്? എനിക്കറിയാലോ. ഇപ്പൊ നമുക്ക് ജാതിയുടെ വിശപ്പ് തീരില്ല. ജാതി അറിയുക എന്നത് മലയാളിയുടെ ആത്യന്തികമായ ആവശ്യങ്ങളിലൊന്നാണ്. എന്താ പേര് എന്നോട് പലരും ചോദിക്കും. അപ്പൊ ശ്രീജിത്താണ്. അച്ഛന്റെ പേരെന്താ? എൻ്റെ അച്ഛന്റെ പേരറിയാഞ്ഞിട്ട് എന്തോ ഒരു തലവേദനയാണെന്നറിയാമോ? ഒരു കാര്യം ഉണ്ടായിട്ടല്ല. അപ്പൊ എന്തെങ്കിലും കിട്ടുമെന്നാണ്. അപ്പൊ എൻ്റെ അച്ഛൻ്റെ പേര് മാത്രം ഞാൻ പറഞ്ഞു വിചാരിക്കുക. മണി എന്നാണ് എൻ്റെ അച്ഛൻ, മണികണ്ഠൻ എന്നാണ് എൻ്റെ അച്ഛൻ്റെ പേര് എന്ന് ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കുക. അപ്പൊ അത് കിട്ടുന്നില്ല, സംഭവം പോരാ. ഓക്കെ, എന്താ വീട്ടുപേരെന്താ? അപ്പം ഞാൻ പറയും ആഗ്രഹം എന്നാണ് എൻ്റെ വീടിൻ്റെ പേര്. ഞാനൊരു വീടുണ്ടാക്കിയപ്പോൾ ആഗ്രഹം എന്നാ വീടിന് പേരിട്ടത്. ഒരു വീടുണ്ടാവുക എന്നൊക്കെ ഉള്ളത് മനുഷ്യൻ്റെ ആഗ്രഹമാണല്ലോ, അതുകൊണ്ട് ഞാൻ ആ പേരിട്ടു, അത്രേ ഉള്ളൂ. അപ്പം അതിലും ഒന്നും കിട്ടുന്നില്ല. ഇത് വിശപ്പാണ് നമ്മുടെ ജാതി അറിവിൻ്റെ വിശപ്പ്. അത് എല്ലാ സമൂഹങ്ങളിലും ഉണ്ട്. ഒരു മുസ്ലിമിനറിയാം, ഒരു മുസ്ലിമിനെ പരിചയപ്പെട്ടാൽ അവൻ സുന്നിയാണോ മുജാഹിദാണോ എന്നെങ്ങനെ അറിയാം? സുന്നിയാണെങ്കിൽ EK ഗ്രൂപ്പാണോ AP ഗ്രൂപ്പാണോ എന്നെങ്ങനെ അറിയാം? വേറെ ചോദ്യാവലുണ്ട്, അതൊന്നും നേരിട്ട് ചോദിക്കണ്ട. ഒരു ക്രിസ്ത്യാനിക്ക് അറിയാം, ഒരു ക്രിസ്ത്യാനിയെ പരിചയപ്പെട്ട കത്തോലിക്കനാണോ പ്രൊട്ടസ്റ്റന്റ് ആണോ യാക്കോബായാണോ മാർത്തോമയാണോ പെന്തക്കോസ്താണോ എന്ന് അറിയുന്നത് എങ്ങനെ? അതിന് വേറെ ഫ്ലോ ചാർട്ട് ഉണ്ട്, വേറെ വഴിക്കാണ് നമുക്ക് ചോദ്യം. ഇതറിയാനുള്ള വിശപ്പ് തീരുന്നില്ലല്ലോ. ഇതാ ഞാൻ പറയുന്നത്, ഇത്തരത്തിൽ അനേകം പ്രശ്നങ്ങൾ നമ്മൾ. എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള മനോജ് കുറൂർ എന്ന് പറയുന്ന കവി ഒരു കവിതയിൽ എഴുതുന്നുണ്ട്, ഹ്യൂമനിസം ഫ്രീഡം എന്ന് റോഡിൽ നിന്ന് തട്ടും. ഇത് വളരെ എളുപ്പമുള്ളൊരു പണിയാണ്. ഇങ്ങനൊരു വിറതാങ്ങി എന്ന് പറയണ, ഞാൻ വറക്കിൻ്റെ നിങ്ങളെ കാണാതിരിക്കാനുള്ള ഒരു സാധനം ഫ്രണ്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ നിന്നിട്ട് സ്ത്രീകളും പുരുഷന്മാരും സമത്വമാണ്, ഇഗാലിറ്റേറിയൻ സൊസൈറ്റി, ജൂലിയ ക്രിസ്റ്റേവ, മറ്റേത് മറിച്ചേത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ നിന്നിട്ട് വേണമെങ്കിൽ ഫെമിനിസത്തെ പറ്റി ഒരു ക്ലാസ്സൊക്കെ എടുക്കും. അതിനുള്ള എന്തൊക്കെയോ കുറച്ച് കിതാബൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. എന്നിട്ട് പണ്ട് KN പണിക്കർ മാഷ് പറഞ്ഞ പോലെ സ്ഥിതി സമത്വത്തിൻ്റെ ചെരുപ്പ് വീടിൻ്റെ പുറത്ത് അഴിച്ചിടുന്നു. എന്നിട്ട് വീട്ടിനകത്തേക്ക് കയറുന്നു. എന്നിട്ട് വീട്ടിൽ വളർത്തുമൃഗമായി കരുതുന്ന ഒരു ജീവി ഉണ്ടാവും. അവളോട് ചായ കൊണ്ടുവാടി എന്ന് ആജ്ഞാപിക്കുന്നു. അപ്പോൾ അവൾ ചായ കൊണ്ടുവരാനായി വീട്ടിലേക്ക് അകത്തേക്ക് ഓടുന്നു. അപ്പോൾ TV ഓൺ ചെയ്യുന്നു. കേരളം വലിയ പ്രതിസന്ധിയിലാണ്, ഇന്ത്യയും വലിയ പ്രതിസന്ധിയിലാണ്, നമ്മളല്ലാതെ മറ്റാര് സഖാക്കളാണ്, ഇതൊക്കെ രക്ഷിക്കാൻ നമ്മളല്ലാതെ ആരുമില്ല, വലിയ ആശങ്കയൊക്കെ ഉണ്ട്. അപ്പം ചായക്ക് മധുരം കുറവായിട്ട് അവൾ കൊണ്ടുവരുന്നതിന് ഞാൻ അവളെ ചീത്ത പറയുന്നു. ഇത് വളരെ ജനാധിപത്യപരമായൊരു ജീവിതമാണെന്നാണ് നമ്മുടെ സാംസ്കാരിക ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അതെന്ത് വ്യാജമാണ്, എന്ത് സ്യൂഡോ, എന്ത് വ്യാജമായ, എന്ത് ഹിപ്പോക്രാറ്റിക്കായ, എന്ത് കാപട്യമുള്ള ഒരു സാംസ്കാരിക ജീവിതമാണ് നാം വ്യക്തിതലത്തിലും സാമൂഹ്യ തലത്തിലും ജീവിക്കുന്നത് എന്ന് നാം ഇന്നുവരെ പ്രശ്നവൽക്കരിച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തെ പ്രോബ്ലമറ്റൈസ് ചെയ്ത് കാണാൻ,
നമ്മുടെ ജീവിതത്തെ ആ നിലയ്ക്ക് സ്വയം തിരുത്തുകളിലൂടെ നിരന്തരമായി നവീകരിക്കാൻ നമ്മുടെ സമ്മേളന വേദികൾ പൂക്കാസന സമ്മേളനത്തിലുണ്ടാവും റിപ്പോർട്ട് സ്വയം വിമർശനാത്മകമായി അംഗീകരിക്കുന്നു റിപ്പോർട്ടിന്റെ സമയത്ത്. ഇത് ഏതാണ്ട് ഈ ഗണപതി ഹോമമൊക്കെ തുടങ്ങുമ്പോൾ മറ്റേ എന്താ പറയുക, മറ്റേ ഗംഗ യമുനശ്ച കാവേരി എന്നൊക്കെ മന്ത്രം ഇതേപോലെയാണ്. ഗംഗയില്ല യമുനയില്ല, ആ കെട്ടുന്ന പോലെ വെള്ളമാണ്. ഇതേപോലെ ഈ സ്വയം വിമർശനാത്മകമായി സ്വയം വിമർശനം എന്ന് പറയുന്ന പരിപാടി ചെയ്യണം, എന്നാൽ മാത്രമേ ആ വാക്കിന് അർത്ഥമുള്ളൂ. ഈ സ്വയം വിമർശനാത്മകതയുടെ ഒരു ദീർഘപഥമാണ് നമ്മുടെ സംസ്ഥാനത്തെ രൂപപ്പെടുത്തിയത് എന്ന ബോധ്യം നമുക്ക് അനിവാര്യമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സാമൂഹ്യ വിപ്ലവങ്ങൾ മുതലുള്ള ആധുനിക കേരളത്തിന്റെ പരിണാമത്തെ രൂപപ്പെടുത്തിയത് ഈ സ്വയം വിമർശനാത്മകതയായിരുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മുടെ കേരളം ഇന്നു വരെയുള്ള ചരിത്രയാത്രയിലൂടെ മുന്നേറുകയും ഇന്നത്തെ ദിവസം നാം ഈ നാഴികക്കല്ലിന് മുന്നിൽ വന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ നാം അഭിമാനപൂർവ്വം ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാഷ്ട്രത്തിലെ മറ്റൊരു സംസ്ഥാനത്തിനും സാധ്യമല്ലാത്ത ഒരു മഹായാത്ര നാം സാധ്യമാക്കിയിരിക്കുന്നു. ഇത് നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമാണ്. എന്നാൽ നമുക്കിനിയും മുന്നോട്ട് സഞ്ചരിക്കാൻ ഏറെ ദൂരമുണ്ട് എന്നതാണ്. ആ ദൂരം യഥാർത്ഥത്തിൽ നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കാനാണ് ഇന്നത്തെ ഈ അഭിമാനകരമായ ദിവസം നാം വിനിയോഗിക്കേണ്ടത് എന്ന് മാത്രം ഓർക്കുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അത്രമേൽ ഇന്ന് ഓർക്കപ്പെടാത്ത കല്ലടൻ വൈദ്യരെ ഓർക്കുന്ന ഒരു വേദിയിൽ ഇത്രയും നേരം നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള കൃതജ്ഞത അറിയിക്കുന്നു. സ്നേഹപൂർവം എന്നെ ഇവിടെ സ്വീകരിക്കുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം സന്തോഷകരമായ നിലയ്ക്ക് ആതിഥ്യം നൽകുകയും ചെയ്ത പ്രിയപ്പെട്ട സംഘാടകരായ സഹോദരരോടുള്ള കൃതജ്ഞത അറിയിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.